നിർദ്ദേശം. എന്നാൽ നിർദ്ദേശങ്ങൾ സംഘാടകർ ലംഘിച്ചുവെന്നും GCDA നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു കലാപരിപാടിക്ക് വേണ്ടി സജ്ജമാക്കിയ വേദിക്ക് മുകളിൽ നിന്ന് ഒരു MLA താഴെ വീണു. ഉമാ തോമസ് ആ നാടിനൊക്കെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഉമാ തോമസിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് നടുക്കത്തോടെയാണ് കേരളം അറിഞ്ഞത്. ആ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഈ ഗിന്നസ് പരിപാടിയുടെയൊക്കെ പിന്നിലെ ലക്ഷ്യമെന്ത്? ഇത്തരം അനാസ്ഥകൾ ഇങ്ങനെ പരിപാടികളിൽ കടന്നുകൂടാനുള്ള കാരണം എന്ത്? സംഘാടനത്തിലെ പോരായ്മകൾ എന്തൊക്കെ? പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ കുഞ്ഞാമത്, ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള ഒരു പരിപാടിയാണ്. വേണ്ടത്ര ഒരു ക്രമീകരണം അതിലില്ലായിരുന്നു എന്ന ആശങ്ക പുറത്തു വരികയാണ്. ശ്രീ കുഞ്ഞാമതിന് എന്ത് തോന്നുന്നു? നമസ്കാരം സാർ. നമസ്കാരം. ഏറ്റവും വലിയൊരു പരിപാടി നടത്തുന്നവർ അതിന്റെ പരിസര പ്രദേശങ്ങളിലും പരിപാടി നടത്തുന്ന സ്ഥലവും പോലീസും ചെക്ക് അതിന്റെ മുമ്പിട്ട് വന്ന് ചെക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമല്ലേ? പോലീസിന്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ് സാറ്. പോലീസാണ് അവിടെ വീഴ്ച വരുത്തിയെന്നാണ്. ഈ അപകടം നടന്നതിന് ശേഷം അവിടെ പരിപാടി നടത്തി ഭയങ്കര അനാസ്ഥയായി പോയി. അത് അന്നേരം നിർത്തേണ്ട അവിടെ പരിപാടി. ഏറ്റവും വലിയൊരു വേദനാജനകമായ സംഭവമായി MLA സംഭവിച്ചു. ഇതുവരെ ബോധം വന്നിക്കില്ല. വെന്റിലേറ്ററുകളുണ്ട്. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഋതുൽ എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരുന്നു. ഋതുൽ, താങ്കൾ ഈ എറണാകുളംകാരനാണ്. ഈ നടന്ന സംഭവങ്ങളെ എങ്ങനെയാണ്? കൊച്ചിയിൽ ഒരുപാട് ഇങ്ങനെ വലിയ പരിപാടികൾ നടക്കാറുണ്ട്. പക്ഷേ ഈ പരിപാടി അങ്ങനെ ഒരു വേണ്ടത്ര ഗൗരവമില്ലാതെ നടത്തിയെന്ന ആരോപണത്തിന് കഴമ്പുണ്ടോ? എന്താണ് ശ്രീ ഋതുലിന് തോന്നുന്നത്? നമസ്കാരം സാർ. ഞാൻ സാന്താ പബ്ലിക് സ്കൂൾ എറണാകുളം ജില്ലയിൽ പഠിക്കുകയാണ്, വേങ്ങൂർ തൂങ്ങാലി. അപ്പോൾ ഇത്രയും വലിയൊരു ഗിന്നസ് റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ അതിന് അതിൻ്റെതായുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണ്ടേ? പൊതുവായിട്ടുള്ള ശരിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ നടത്തുന്നത് എന്തായാലും തെറ്റല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വീഴ്ച വന്നത് സ്റ്റേജ് നിർമ്മാണമൊക്കെ ഉപയോഗിച്ച ആളുകൾക്കാണ്. സ്റ്റേജ് നിർമ്മിക്കാനായി നിയമിക്കപ്പെട്ട ആളുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വന്നിരിക്കുന്നത്. ഏതായാലും ഋതുവിൻ്റെ അഭിപ്രായം വ്യക്തമാണ്. സന്തോഷ് കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സന്തോഷ്, സന്തോഷിന് കേൾക്കാമോ? നമസ്കാരം. 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 ഒരു പ്രിയപ്പെട്ട MLAക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വീഴ്ചയിൽ പ്രാഥമിക ചികിത്സയൊക്കെ നൽകി പെട്ടെന്ന് കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. പക്ഷേ ഇപ്പോഴും അവർ അപകടനില തരണം ചെയ്തിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഉമാ തോമസ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന രീതിയിലേക്ക് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. രണ്ടാമത് പറയാനുള്ളത്, 35,000 രൂപ തൊഴിലാണ് ഒരു കുട്ടികളിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. 4,20,00,000 രൂപ എടുത്തങ്ങോട്ട് അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് 200 രൂപ, 179 രൂപ, 199 രൂപ, 149 രൂപ നിരക്കിൽ സീറ്റിംഗ് ഇങ്ങനെ ഇരിക്കുന്നവർക്ക്, കാണാതിരിക്കുന്നവർക്ക് അതും വാങ്ങി. അപ്പോൾ അവിടെ ആ സംഘാടക സമിതി ഈ സാമ്പത്തികം കൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഒരു സ്റ്റേജിൽ ഗ്രൗണ്ടിൽ നടത്തേണ്ട പരിപാടി എക്സ്ട്രാ സെറ്റിംഗ് ഇട്ടിട്ടാണ്, സ്റ്റേജ് ഇട്ടിട്ടാണ് അത് നടത്തിയത്. അതിന് അനുമതി കൊടുക്കേണ്ടത് ആരാണ്? അല്ലെ? ഇതിനു മുമ്പേ നമുക്ക് എറണാകുളത്ത് 5ഓളം കുട്ടികൾ മരിച്ചൊരു സംഭവം ഉണ്ടായി ഇല്ലേ? അതിന് പോലും, അത് കണ്ടിട്ട് പോലും ഈ സുരക്ഷ കൊടുക്കേണ്ടവർ എന്തുകൊണ്ട് അവർ അതിനെതിരെ നടപടി എടുത്തില്ല? ഈ സംഭവം നടക്കുന്നത് 12,000 പേരാണ് ഇതില് പരിപാടിയിൽ പങ്കെടുത്തവര്. ഏതാണ്ട് 10,000-40,000 പേര് എങ്ങനെയും കാണും. അത്രയും ആള് വരുന്ന ഒരു ഇത് പരിപാടിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. ഈ സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അത് കണ്ടിട്ടില്ലേ? ഇതിന് അനുമതിയൊക്കെ കൊടുക്കുന്നത് ആരാണെന്നാണ് അല്ലേ അത്ഭുതപ്പെട്ടു പോകുന്നത്. അതെ, ഈ ഇത്രയും വലിയൊരു പരിപാടിയിൽ ഇത്രയും പേര് വരുന്നത് വെറുതെ ഒരു ഓണപരിപാടി നടത്തുന്ന പോലെയല്ല. 3,500 രൂപ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിൻ്റെതായ ഫെസിലിറ്റി കാണിക്കണ്ടേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് ആർക്കൊക്കെ എതിരെ നടപടി എടുക്കണം? ഇത്രേ പറ്റിയുള്ളൂ. വ്യക്തമാണ്. താങ്കൾ കൂടുതൽ
പറ്റാത്തത് നമ്മുടെ ഭാഗ്യം. യെസ്, വളരെ വ്യക്തമാണ്. മുഹമ്മദ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഇതെന്താണിത്? ഒരു ഗിന്നസ് പരിപാടിയാണ്. ഈ ഗിന്നസ് പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് എങ്ങനെയാണ് ഗിന്നസ് ബുക്കിൽ സ്ഥാനം കൊടുക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഗിന്നസ് ബുക്കിൽ കടന്നുകൂടാൻ എന്തും ചെയ്യുന്ന ചില രീതി ഇപ്പോൾ പുതിയതായി കണ്ടു തുടങ്ങുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് എന്തായിരിക്കും ഈ പരിപാടിക്കിടെ സംഭവിച്ചെന്നാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഈ പരിപാടി വലിയ പരിപാടിയാണെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഈ വലിയ പരിപാടിക്ക് ബഹുമാന്യ ആ MLA വേണിയിൽ വളരെ സങ്കടമുണ്ട്. സുഖപ്പെട്ട് വരട്ടെ എന്നുള്ളതാക്കുന്നു. പിന്നെ ഇതിന് പൈസ വാങ്ങിയ കാര്യം 3500-4000 കുട്ടികളെ അടുത്ത് വെച്ച് വാങ്ങി എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. അങ്ങനെ വാങ്ങിച്ചാൽ ഇപ്പൊ നമുക്ക് അപകടം വന്ന പോലെ ആൾക്കേ അപകടം വന്നോളൂ. അത് സ്റ്റേജിനൊക്കെ വലിയ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ അപകടമായി തീരുന്നതിനോ. ഇപ്പൊ നാള് വിമാനം മറിഞ്ഞപ്പോ മിഞ്ഞാന്ന് മറിഞ്ഞ് വീണ് കുറെ 2 ആളെ വെച്ച് എല്ലാം മരിച്ചു. അപ്പൊ അതൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും കൂടിയിട്ട് ഇതിന്റെ പിന്നില് ഇനി അത് വേറെ കളിയാണ് എന്നുള്ളതൊന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നുമില്ല. അത് MLA സുഖമായി വരട്ടെ. പിന്നെ ഇതിന്റെ ഉള്ളില് കുത്തിത്തിരിപ്പൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുത്തിത്തിരിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളിത് വിറപ്പിച്ചിട്ട് കാര്യമില്ല ശ്രീ മഞ്ചേരി മുഹമ്മദ്. എന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യരുടെ ഒരു കാര്യമാണ്. ഇത് 100 കണക്കിന് മനുഷ്യരെ എവിടെയെങ്കിലും വിളിച്ച് സമ്മേളിപ്പിക്കുമ്പോൾ ആവശ്യമില്ലാതെ ഉള്ള അതിനൊരു സൗകര്യമൊന്നുമില്ലാതെ ആളുകളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് സുരക്ഷയ്ക്കൊന്നും ഒരു വിലയും കൊടുക്കാത്ത ചില പരിപാടികൾ അങ്ങനെ അങ്ങ് നടത്തുകയാണ്. ഇത് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് ആരും ഇതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. പോലീസിനെ അറിയിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്ത് ഉത്തരമാണ്? അവരെ പേരിൽ നടപടി എടുക്കണം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന് ചേരുന്നതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ ഗിന്നസ് റെക്കോർഡുകൾ ഇപ്പോൾ ധാരാളം കേൾക്കുന്നുണ്ട്. നമ്മൾ പലതരത്തിലെ ആളുകൾ ഗിന്നസ് റെക്കോർഡിൽ കടന്നു കയറുന്നുണ്ട്. ഈ 12,000 നർത്തകിമാരെ രംഗത്തിറക്കി ഒരു ഗിന്നസ് റെക്കോർഡ് ഇടാം എന്ന് ചിന്തിച്ചതിൻ്റെ പുറകിൽ എന്താണ് തന്ത്രം എന്നെനിക്ക് മനസ്സിലായി. ചില ആളുകൾ ദീർഘനേരം നൃത്തം ചെയ്ത് ഗിന്നസ് ബുക്കിൽ കയറുന്നുണ്ട്. ദീർഘനേരം സംഗീത പരിപാടികൾ അവതരിപ്പിച്ച് ഗിന്നസ് റെക്കോർഡിൽ കയറുന്നുണ്ട്. വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ഗിന്നസ് ബുക്കിൽ കയറാം എന്ന് കാണുമ്പോൾ അതിൽ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താണ് ശ്രീ ഉണ്ണികൃഷ്ണന് തോന്നുന്നു? നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. എന്തായാലും നമ്മളെ MLA എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചത്, ഇതെടുത്ത് കളയാൻ വല്ല മാർഗമുണ്ടോ? ഈ ഗിന്നസ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ വല്ല നിയമം വല്ല ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ഓരോരുത്തര് ഗിന്നസില് എന്ത് ഗിന്നസ് എന്നാ എനിക്ക് അറിയില്ല. ഈ പുല്ല് നിർത്തലാക്കാൻ ഏതെങ്കിലും വകുപ്പുണ്ടാന്ന് വല്ല കോടതി കേസിന് പോയാലോ വേറെ വല്ല എന്തെങ്കിലും ഈ കുറെ എണ്ണം ചാവാതെങ്കിലും ഇരിക്കുമായിരുന്നു. ഇത് വല്ലാത്തൊരു ഗതികേടാണേ. ഇതിന്റെ പിന്നില് ഗിന്നസും പുല്ലും ഒന്നുമല്ല. ഇത് നടത്തിയ സംഘാടകർക്ക് നല്ലവണ്ണം കിട്ടി. നല്ല കോടിക്കണക്കിന് രൂപ അവന്റെയൊക്കെ പിന്നെ ഇതിൽ വരെയും ചെയ്ത് ശ്രദ്ധിച്ചേക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടേണ്ടത് കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് ഇതിന്റെ സംഘാടകന്മാരെ എത്തിച്ചിട്ടുമുണ്ട്. അതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് വഴിവിട്ട എല്ലാ സഹായവും അവിടെ ചെയ്തു കൊടുത്തത്. ഇത് കണ്ടില്ലേ, കാറ്റാരിക്കഴ തുരുമ്പെടുത്ത ചെതുമ്പടിച്ച കാറ്റാരിക്കഴയിലാണ് ഈ പിന്നെ സ്റ്റേജ് മേലിലോട്ട് കെട്ടി പൊക്കി വെച്ചേക്കണത്. പിന്നെ 2 മൈക്കിന്റെ പിന്നെ സ്റ്റാൻഡ് എടുത്ത് വെച്ചാണ് റിബൺ വെച്ചേക്കണത്. ആള് താഴെ വീഴാതിരിക്കാനാണ് ഒരു റിബൺ. VIP-കളായിട്ടുള്ള ഈ സംസ്ഥാനം ഭരിക്കുന്ന പിന്നെ ഭരണകർത്താക്കളായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന വേദിയുടെ ഫ്രണ്ടില് അവര് താഴെ വീഴാതിരിക്കാൻ വേണ്ടി 2 മൈക്കിന്റെ സ്റ്റാൻഡില് ഒരു റിബൺ അതിൽ പിടിച്ചു നിന്നോളണം വേണമെങ്കിൽ വീണ് താഴെ വീഴാതിരിക്കാൻ. ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? സ്ഥിതി? ഇങ്ങനെ വല്ല ഒരു സ്റ്റേജ് ഒരുക്കാൻ പിന്നെ 1000 പ്രാവശ്യം പോലീസുകാർ അവിടെ ചെക്ക് ചെയ്യാൻ വരില്ലായിരുന്നോ? എന്തെല്ലാം പിന്നെ ടെക്നോളജി ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ച് ആ സ്റ്റേഡിയം മുഴുവൻ പിന്നെ നോക്കി ചെയ്തിട്ടില്ലേ ചെയ്യുള്ളൂ. ഒരു മന്ത്രിക്ക് എന്ത് വിലയില്ലേ? ഒരു MLA-ക്ക് വിലയില്ലേ? ഇതൊക്കെ ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇത്രയും, അതും 10,000 പങ്കെടുക്കുന്ന കുട്ടികള്, 10,000 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെന്ന് കൂടെ ചിന്തിക്കണം. അവിടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെ പോലീസുകാർ വെറുതെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തലേ ദിവസം വന്നൊന്ന് നിങ്ങളിവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ അറിഞ്ഞ് എങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഓടി നടന്നൊന്ന് നോക്കി അത് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അത് ചെയ്യേണ്ട കാര്യമല്ല. കാരണം കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. അവരെന്തോ കാട്ടി കൂട്ടട്ടെ. കോടികൾ പിന്നെ പിരിക്കണം എന്നുള്ളത് എന്തായാലും അവരറിയാതിരിക്കില്ല.
അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വിഹിതം കിട്ടിയേ പറ്റൂ. കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ പുല്ല് നടത്തൂല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ കൃത്യം. അതിലൊരു സംശയം വേണ്ട. ശശിധരൻ നമുക്കൊപ്പം ചേരുന്നത് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, ഇത്തരം വേദനകൾ നമ്മളെ എപ്പോഴും വേദനിപ്പിക്കുന്നു. കുട്ടികളുടെ പരിപാടി നേരത്തെ നമുക്ക് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഒരു പാഠവും പഠിച്ചിട്ടില്ല. വീണ്ടും സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ MLA-യുടെ അവസ്ഥ നോക്കൂ. നമസ്കാരം മനു. നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ മാഡം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ മതി. ഈ ഗിന്നസ് പരിപാടി എന്ന് പറയുമ്പം കൂടുതലും കുഴപ്പമാണെങ്കിലും കഴിഞ്ഞ 20-ാം തീയതി ഒരു ഗിന്നസ് പ്രോഗ്രാം എറണാകുളത്ത് നടത്തിയ മഹാരാജാസിന്റെ ഗ്രൗണ്ടിന്റെ അവിടെയാണ് നടത്തിയത്. അറിഞ്ഞായിരുന്നു അത് നമ്മുടെ മറ്റേ സോപാന സാമ്രാട്ടായിട്ടുള്ള നമ്മളെ ഏലൂർ ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നല്ല സുന്ദരമായിട്ട് ആരോടും പുറത്താരുടെ ഒരു കാശ് മേടിച്ചോണ്ടൊന്നും അല്ലായിരുന്നു. അതിനകത്ത് 200-ലധികം കുട്ടികൾ, എന്റെ പേരക്കുട്ടി അതിനകത്തുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആ പരിപാടി, അവന് നല്ല കലാവാസികളെ വെച്ചാണ്. വളരെ ഭംഗിയായിട്ട് ആ പരിപാടി ഒരു കുഴപ്പവും കൂടെ നടത്തി കുട്ടി. അതൊന്നും അല്ല, ഇത് വേറെ മാമാങ്കങ്ങൾ ഇങ്ങനെ കാണിക്കാമെന്ന് കഴിഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞ പോലെ കുറെ പേർക്ക് ധനസമ്പാദനം, അതിലൊരു ഓഹരി ഇവിടുത്തെ അധികാരികൾ കൈപ്പറ്റുന്നു. ക്രമസമാധാന പാലനത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഇതിന്റെ ഭരണകൂടത്തിന്റെ ഒക്കെ ആളുകൾ ഇതിനകത്ത് കൈയുണ്ടായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകണ വരെ വേണം ആദ്യം പറയാൻ. ഞാൻ പറയുന്നത് അതാണ്. ഇങ്ങനെയുള്ള പരിപാടിയിൽ ആലോചിക്കാതെ അന്വേഷിക്കാതെ ചെന്ന് കയറി കൊടുക്കരുത് ആരായാലും. ഇപ്പൊ ഇവര് പോയതുകൊണ്ട് ഞാൻ ആ മാഡത്തെ പറയല്ല, മറ്റുള്ള ആളുകൾ മന്ത്രി ഇല്ലാഞ്ഞവള് ഈ ചെറിയ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കണം. അവർക്ക് പോകേണ്ടത് ഇതാണ് ഗതിയെങ്കിൽ സാധാരണ ജനം പോയി ചാകിയാലെന്ന് ആര് കണ്ടു? ഇതിപ്പോ ഈ ഇവർക്ക് ഈ അപകടം ഉണ്ടായത് കൊണ്ട് ഇതിപ്പോ ഒരു ചർച്ചാ വിഷയമാകും. നാളെ ഇതെല്ലാം മറക്കും. നമ്മുടെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ ശാപം അതാണ്. എന്ത് ദുരന്തം ഉണ്ടായാലും അന്നേരം മാത്രം ഇതിനെ ആവർത്തിക്കില്ല എന്നുള്ളത്. പക്ഷെ അടുത്ത ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് അവിടെ വീണ്ടും ഒരു അപകടം ഇതിനേക്കാൾ വലുതായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മാവേലിക്കരയിൽ നിന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒന്ന് പേര് പറയാമോ? മിനി, ശ്രീമതി മിനി കേൾക്കാമോ? ശ്രീമതി മിനി ഈ നൃത്തരംഗത്തൊക്കെ ഉള്ള ആളാണ്. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. നൃത്തം പരിശീലിച്ചിട്ടുള്ള ആളാണ്. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ടിവിയിലേക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. കേൾക്കാമോ? ശ്രീമതി മിനി നൃത്തമൊക്കെ പരിശീലിച്ചിട്ടുള്ള ആളാണോ? മോള് പഠിച്ചിട്ടുണ്ട്. ഈ ഗിന്നസ് റെക്കോർഡ് നേടാൻ ഇങ്ങനെ കുട്ടികളെ പണം കൊടുത്ത് അയക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് ശ്രീമതി മിനിക്ക് തോന്നുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു നല്ല അഭിപ്രായം ഇല്ല സാറേ. ഇതൊക്കെ വെറുതെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ടേ തോന്നുന്നുള്ളൂ. ഏതായാലും ഈ ഉമാ തോമസിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ശ്രീമതി മിനിക്ക് എന്താണ് തോന്നിയത്? വളരെ സങ്കടം തോന്നി. നല്ലൊരു MLA ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വേണ്ടുന്ന പരിഗണനയോ സിറ്റുവേഷൻ മോശമായതുകൊണ്ടല്ലേ സാറേ അങ്ങനെ സംഭവിച്ചത്. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു തലത്തില് അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണമായിരുന്നു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്ക് ജോസഫ് എന്നൊരു പ്രേക്ഷകൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ജെയിംസ് ജോർജ് എന്നൊരു പ്രേക്ഷകൻ എനിക്ക് ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ശ്രീ ജെയിംസ് ജോർജിനും എൻ്റെ അഭിവാദ്യങ്ങൾ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജോസഫ്. ശ്രീ ജോസഫ് കേൾക്കാമോ? ശ്രീ ജോസഫ്, ഫോർട്ട് കൊച്ചിയിൽ ധാരാളം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നവരാണ്. അവിടെ നമ്മളതിൻ്റെ സംഘാടക മികവൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതെന്താണ് ഈ ഒരു MLA-ക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരാൻ? ഇത് ഗിന്നസ് എന്ന പേരിൽ എന്ത് പൊക്കൃത്തരവുമാകാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയോ? ഹലോ സാറേ, കേൾക്കാമോ? കേൾക്കാം. സാറേ, എനിക്ക് ഈ വിഷയം ഒരു 5 മിനിറ്റ് തന്നെ വിഷയം വൺ ബൈ പോയിന്റ് ആയിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. പെട്ടെന്ന് GCDയുടെ ഈ പെർമനന്റ് സ്റ്റേഡിയം അത് കോർപ്പറേഷന്റെ അനുവാദത്തോടുകൂടി ടൗൺഷിപ്പിന്റെ അനുവാദത്തോടുകൂടി പ്ലാനിങ്ങോട് ചെയ്ത ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗിൽ അതിൽ വേറെ ഒരു സ്റ്റേജ് പണിയാൻ നിയമവിരുദ്ധമാണ്. ഒന്ന്, അതായത് നിലവിൽ പെർമനന്റ് കസേരകളുള്ള സ്റ്റേഡിയമാണത്, അല്ലേ സാറേ? അതിൽ മുള വെച്ചിട്ട് അവർ ടെമ്പററി അതിന് അനുവാദം കൊടുത്തത് തന്നെ ഒന്നാമത്തെ തെറ്റി. രണ്ടാമത്, മന്ത്രി അടക്കമുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്ന VIP പങ്കെടുക്കുന്ന സ്റ്റേജ് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് PWD എഞ്ചിനീയർ ആണ്.
അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടോ, സർട്ടിഫിക്കറ്റ് പോലീസിന് കൊടുത്തിട്ടുണ്ടോ, പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. പോലീസ് അവിടെ വന്ന് മതിയായ സുരക്ഷിതം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടില്ല. കാരണം ഇത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ PWD എഞ്ചിനീയറെ വിളിച്ച് ഇത് രണ്ടാമത് റീകൺസ്ട്രക്ഷൻ ചെയ്യിപ്പിച്ചാണ്. ഇതിനെ ലാഘവത്തോടെ നിസ്സാരമായിട്ട് കണ്ടു. ഉത്തരവാദിത്തപ്പെട്ട സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവനവന്റെ ജോലി സാറേ, ഒരു ഇലക്ട്രിസിറ്റി ഇതാണ് വന്ന് സംഭവിച്ചെങ്കിലോ, ഒരു കറണ്ട് അടിക്കുന്ന സംഭവമാണെങ്കിലോ, അപ്പൊ അതിന് ഉത്തരവാദിത്തം PWD ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, അതിന് ഉത്തരവാദിത്തം പോലീസ്. അപ്പൊ ഇവിടെ കൃത്യമായി പഴിചാരുന്നത് 3 വിഭാഗത്തിൽ. ഒന്ന്, ഈ GCDA ഇതിന് അനുവാദം കൊടുത്തത് നിയമപരമായി ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, PWDയിലെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലുള്ള എഞ്ചിനീയർ വന്ന് ഇത് ശരിയല്ല എന്ന് പറയാൻ അയാൾ ചങ്കുറ്റം കാണിച്ചില്ല. മൂന്നാമത്, പോലീസ് ഇവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത് മൂന്നും ഉമാ എന്ന് പറഞ്ഞ MLAക്ക് വന്ന വിഷയമല്ല. ഒരാൾ പോലും വീഴാൻ പാടില്ല സാർ. ഈ ഭൂമിയിലെ ഒരു മനുഷ്യജീവിയും താഴേക്ക് വീഴാൻ പാടില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പാലക്കാട് നിന്ന് നൂർ മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ നൂർ മുഹമ്മദ്, പാലക്കാട് കൊടുവായൂരിൽ നിന്നാണോ വിളിക്കുന്നത്? പാലക്കാടാണ് സാർ. കൊടുവായൂരിൽ നിന്നാണോ? അല്ലല്ല, പാലക്കാട് ചിറ്റൂർ എന്ന് പറയും. ചിറ്റൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അനിക്കോട് അല്ലേ? അനിക്കോടാണ്. ശ്രീ നൂർ മുഹമ്മദിന് എന്തു തോന്നുന്നു? ഈ ഗിന്നസ് റെക്കോർഡിൻ്റെ പേരിൽ വലിയ പണപ്പിരിവ് നടത്തുക, എന്നിട്ട് ആളുകൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടി എന്ന് പറയുക, ഇത് എന്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്? ഇതൊരു കലാ ആസ്വാദനമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് കലാകാരന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോത്സാഹനം നൽകും എന്ന് തോന്നുന്നുണ്ടോ? ഇത് കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്നതല്ല. ഇത് കുറെ ആൾക്കാർക്ക്, അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആദ്യമായിട്ട് നമ്മളെ ഉമാ തോമസിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഒരാൾക്കല്ലേ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതിൽ നമ്മൾ സമാധാനിക്കാം. നൂറുകണക്കിന് ആൾക്കാർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതകളും ഇതിലുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കെട്ടഴിഞ്ഞ ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിറവേറ്റാതെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സാർ നമ്മൾ ദിവസവും കാണുന്നത്. എന്തും ആയിക്കോട്ടെ എന്നുള്ള പൊതു നിലപാടാണ് അല്ലേ? അതെ, നമ്മൾ ന്യൂസ് ഏജൻസി പ്രതികരിക്കുന്ന രീതിയിൽ ദിവസവും ഓരോ പരിപാടികളാണ്. അതായത് ദിവസവും ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെയും ഇത് തന്നെയാണ് ചർച്ച ചെയ്യുക. അതായത് എത്ര ചർച്ച ചെയ്താലും എത്ര ആളുകൾ ഇതുപോലെ ദുരവസ്ഥയിൽ കുടുങ്ങിയാലും പഠിക്കില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാൾ കൂട്ടം അല്ലേ നമ്മളുടെ? അതെ സാർ, നോക്കൂ സാറേ, നമ്മളെ ഈ ഒരു 13,000-ഓളം ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി 3,500 രൂപ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് കേൾക്കുന്നത്. എത്ര കോടി രൂപയാണ് സാർ വരുമാനം? അപ്പൊ ഇതൊരു പൈസ ഉണ്ടാക്കാൻ ഓരോ പരിപാടികളുമായി വരികയാണ് എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഒന്നും കാണേണ്ടതില്ല എന്നാണ്. ഏതായാലും വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. പത്തനംതിട്ടയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സെയ്ദാണ്. സെയ്ദ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ സെയ്ദിനെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ഞാൻ കുറേയായി വിചാരിക്കുകയായിരുന്നു. സെയ്ദിന് എന്താണ് പെട്ടെന്ന് തിരക്കിൽ ആയിപ്പോയോ സെയ്ദേ? പല തിരക്കുകളുള്ളതുകൊണ്ട് മാത്രമാണ് സാറേ വിളിക്കാതിരിക്കുന്നത്. എന്നാലും ചില സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ചർച്ച കാണാറുണ്ട് 1 മണിക്കൂർ ആക്കിയതിനു ശേഷം. പക്ഷെ ഒരു സംശയം, ഏകപക്ഷീയമായിട്ടാണ് നിങ്ങളുടെ ചർച്ച പോകുന്നത് പോലെ ഒരു തോന്നൽ വരുമ്പം ചിലപ്പം വിളിക്കാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം ഏകപക്ഷീയമായിട്ട് സാറിന്റെ ചില പോയിന്റുകൾ, അതായത് ഞാൻ ആദ്യം സല്യൂട്ട് ചെയ്യുന്നത് കൊല്ലത്തു നിന്നുള്ള ഒരു രാജൻ, അതേപോലെ തിരുവനന്തപുരത്തു നിന്നുള്ള ദീപു. അവരുടെ നിങ്ങളോട് ഉള്ള പ്രതികരണം വളരെ നല്ല, നിങ്ങൾക്ക് കട്ടയ്ക്ക് നിന്ന് മറുപടി കണ്ണിക്കുന്ന ആ 2 വ്യക്തികൾ. പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചത് ഈ വിഷയത്തിനാണെങ്കിലും ഇന്നലെ വിളിച്ചു, മെനഞ്ഞാന്ന് വിളിച്ചു, പക്ഷെ പ്രതികരിക്കാൻ നോക്കി എനിക്ക് കിട്ടിയില്ല. കോള് പോകുന്നുണ്ട്, ബെല്ലടിച്ച് നിൽക്കും. അത് സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ചർച്ചകൾ എപ്പോഴും മാധ്യമങ്ങൾ ഇന്നലെ ഈ സംഭവം ഇത്രയും വിഷയമായി ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നത് MLA, ബഹുമാനപ്പെട്ട MLA അവിടെ വീണത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ചാനലുകാരും ഇവന്റ് മാനേജ്മെന്റിനെ വെച്ച് ഒരുപാട് പരിപാടികൾ നമ്മൾ ഷോകൾ ഇവിടെ കാണുന്നുണ്ട്, TV പല പരിപാടികൾ. അപ്പം അവിടെ എന്തെങ്കിലും ഒരു വിഷയം ആയി കഴിയുമ്പോൾ മാത്രമാണ് ഇത് ചർച്ചയാവുന്നത്. അന്നേരം നിങ്ങൾക്ക് ഒന്നും പരാതികളില്ല. ആ പരിപാടി ഇന്നലെ ഈ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? പരിപാടി വൻ വിജയം, ഗിന്നസിലേക്ക്
എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ മെയിൻ പോയിന്റ് വാർത്ത കൊടുത്തുകൊണ്ട് നിങ്ങളത് കാണിക്കും. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നമായി കഴിയുമ്പോൾ മാത്രമാണ്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന്റെ ആഴത്തിലോട്ട് നിങ്ങൾ, അതിനു മുമ്പ് എന്താ നിങ്ങൾ കടക്കാത്തത്? നിങ്ങൾ ഞാൻ ഏകപക്ഷീയമായി പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്, ഞാൻ ആരോപിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇനി സെയ്ത് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചത്. ഏതായാലും ദീപുവും രാജനും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. അവര് നമ്മുടെ പൊതുവേദിയിൽ അഭിപ്രായം പറയുന്ന ആളുകളാണ്. അവരോട് എനിക്കൊരു വിയോജിപ്പുമില്ല. അവര് പറയുന്നതൊക്കെ ഞാൻ ഇടതുപക്ഷക്കാര് സംസാരിക്കുമ്പോൾ അതിനെ കണ്ണിക്കും. നമ്മൾ സ്ഥിരം ചാനൽ ന്യൂസ് 18 മാത്രമല്ല സാറേ, നമ്മൾ കാണുന്ന ചാനലുകൾ എനിക്ക് ഇടതുപക്ഷമെന്നോ മധ്യപക്ഷമെന്നോ ഏതെങ്കിലും പക്ഷമെന്നോ ഒന്നുമില്ല. പക്ഷെ ഒരു പക്ഷം എനിക്കുണ്ട്. അല്ല, ഞാൻ പറയാം, ചെയ്തൊന്ന് കേൾക്ക്. സ്വാതന്ത്ര്യം, എന്റെ സ്വാതന്ത്ര്യം എത്ര തന്നെ ഞാൻ ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അല്ല, എന്റെ ചെയ്ത് പറയുന്നതല്ല ഞാൻ കേട്ടില്ലേ? ഇപ്പൊ ചെയ്തിന് മറ്റൊരാൾ, ഇതാണ് എന്റെ പ്രശ്നത്തെ. ചെയ്ത് പറയുന്നതല്ല ഞാൻ കേട്ടല്ലോ. ഒരു മിനിറ്റിന് ചെയ്ത് ഞാനും പറഞ്ഞേക്കും. ഇല്ല, ഒരാസ്വാദനമില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ല ചെയ്ത്. ഒരു മിനിറ്റ് കേൾക്കേ. ഞാൻ ചെയ്ത് പറയുന്നതല്ല ഞാൻ കേട്ടല്ലോ. ഞാൻ പറയുന്നത് കൂടി ചെയ്ത് കേൾക്കുന്നേ. ഞാൻ പറയുന്നത് കൂടി ചെയ്ത് കേൾക്ക്. എനിക്ക് എന്തൊക്കെ തന്നെ ചെയ്ത് തർക്കിച്ചാലും, ദീപു തർക്കിച്ചാലും, രാജൻ തർക്കിച്ചാലും, നിങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിനൊന്നും അപ്പുറത്ത് തർക്കമില്ല. പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന ഒരു വരി പോലും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. അതിലെനിക്ക് യാതൊരു സംശയമില്ല. അതിൽ CPM അങ്ങേയറ്റം കുറ്റവിമുക്തരാണെന്നൊരു അഭിപ്രായവും എനിക്കില്ല. കോൺഗ്രസിനെ പോലെ BJPയെ പോലെ ഈ കുറ്റകൃത്യം അതേപോലെ ഏറ്റെടുക്കുന്നതിൽ പെട്ട ആളുകൾ തന്നെയാണ് CPM എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കോൺഗ്രസുകാർ നിങ്ങളെ കൊല്ലുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2020 നിങ്ങളെ എത്ര പേരെ കൊന്നു? എത്ര CPMകാരെ 2020 കൊന്നിട്ടുണ്ട്? നിങ്ങൾ അങ്ങോട്ട് കൊന്നതോ? ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ശബരിമല കർമ്മസമിതി എത്ര CPMകാരെ കൊന്നിട്ടുണ്ട്? നിങ്ങൾ അവരെ കൊന്നിട്ടില്ലേ? കേരളത്തിൽ ഒരു വനിത, അല്ല പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു സ്ത്രീ, എത്ര സ്ത്രീകൾ നിങ്ങളെ ഇങ്ങോട്ട് കൊന്നിട്ടുണ്ട്? നിങ്ങൾ വിമലാദേവി എന്നൊരു സ്ത്രീയെ ചുട്ടുകൊന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് ശിവസേന, അല്ല ഇടതുപക്ഷമല്ലേ ഞാൻ പറയുന്നത്, ഇടതുപക്ഷത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്, ശിവസേനയുടെ കാര്യം. അല്ല പറയട്ടെ, എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? നിങ്ങൾ കൊന്ന കാര്യമാ പറയുന്നത്. മനുഷ്യന്റെ ജീവനോടെ ചുട്ടുകൊന്ന കാര്യമാ പറയുന്നത്. അത് കോൺഗ്രസ് MLA നിങ്ങൾ കൊന്നു, നിങ്ങളെ കൊന്നു. പക്ഷെ നിങ്ങളെ ഒന്നും ചെയ്യാത്ത മനുഷ്യരെ കൊന്ന കാര്യം ഞാൻ പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കോൺഗ്രസുകാർ നിങ്ങളെ കൊന്നവരും BJPക്കാർ നിങ്ങളെ കൊന്നപ്പോഴും തിരിച്ചു കൊന്നവരുടെ ന്യായീകരണം പറയുമ്പോൾ, അല്ല നിക്ക് ചെയ്തവർക്ക് കേൾക്കുന്നേ. ഞാൻ ചോദിക്കുന്നത്, ഏത് 2020 നിങ്ങൾ ഏത് 2020 കൊന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ രണ്ട് മനുഷ്യരെ കൊന്ന എന്തിനാണെന്നറിയാമോ? കേൾക്കുന്നേ, ചെയ്തൊന്ന് കേൾക്ക്. അല്ല, അങ്ങനെ വിഷമിക്കല്ലേ. ട്രാക്ടർ ഓടിച്ചതിന്റെ പേരിൽ രണ്ട് മനുഷ്യരെ നിങ്ങൾ കുത്തിക്കൊണ്ടിട്ട് അറിയാമോ? ഒരു രാഷ്ട്രീയമില്ലാത്ത നിങ്ങൾ കോൺഗ്രസിനെയാണ് മാറ്റുന്നത്. ഒരു രാഷ്ട്രീയം എന്തിനു നിലവിളിക്കുന്ന എന്തിനാ? ട്രാക്ടർ ഓടിച്ച രണ്ട് മനുഷ്യരെ നിങ്ങൾ കൊന്നിട്ടുണ്ട് അറിയാമോ? 1981 രാധാകൃഷ്ണൻ എന്ന രാജനെ നിങ്ങൾ എന്തിനാ കൊന്നതെന്ന് അറിയാമോ? ട്രാക്ടർ ഓടിച്ചതിന്. പനങ്ങാട് മറ്റൊരു മനുഷ്യനെ കൊന്ന തങ്കപ്പൻ എന്തിനാ കൊന്നതെന്ന് അറിയാമോ? ട്രാക്ടർ ഓടിച്ചതിന്. നിങ്ങൾ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങൾ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കൊന്നത് നിങ്ങളല്ലേ? അല്ലേ? 1970 നിങ്ങൾ പുതുപ്പള്ളി കർഷക സംഘം എന്ന് പറയുന്ന ഒരു സംഘത്തിലെ മനുഷ്യരെ കൊന്നെന്തിനാ? നിങ്ങളെ കൊന്നിട്ടാണോ? നിങ്ങളെ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നതിൽ അയാൾക്ക് പങ്കുണ്ടായിരുന്നോ? നിങ്ങൾ കോൺഗ്രസുകാരെ കൊന്നത് നിങ്ങൾക്ക് ന്യായീകരണം ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരു കാര്യവുമില്ലാത്ത JSSകാരനെ വീട്ടിൽ പോയി കഴിഞ്ഞ ദിവസം വരെ, അല്ല നിൽക്കല്ലേ, ഇത് കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ കൊടി പിടിച്ച് നടന്ന ഒരു മനുഷ്യനെ 3 കൈക്കുഞ്ഞുങ്ങളുമായ ഒരു സ്ത്രീയെ അനാഥരാക്കി വിട്ടിട്ട് JSSലെ ഒരു പാർട്ടിയിലെ ഒരു പ്രവർത്തകരെ നിങ്ങൾ കുത്തിക്കൊന്നത് ഏത് രാഷ്ട്രീയ വൈരാഗ്യത്തിന് പേരില്ല? നിങ്ങളെ എത്ര JSSകാർ കുത്തിക്കൊന്നിട്ടുണ്ട്? നിങ്ങളെ എത്ര ശബരിമല കർമ്മസമിതിക്കാർ കുത്തിക്കൊന്നിട്ടുണ്ട്? നിങ്ങളെ എത്ര 2020കാർ കുത്തിക്കൊന്നിട്ടുണ്ട്? ട്രാക്ടർ ഓടിച്ച രണ്ട് മനുഷ്യരോട് ട്രാക്ടർ വിരുദ്ധ സമരത്തിന് പേരിൽ നിങ്ങൾ പോയി കുത്തിക്കൊന്നപ്പോൾ എത്ര ട്രാക്ടർ ഓടിക്കുന്നവർ നിങ്ങളെ തിരിച്ചു കുത്തിക്കൊന്നിട്ടുണ്ട്? നിങ്ങൾ പറയണം, പുതുപ്പള്ളി കർഷക സംഘത്തിലെ ആളുകൾ നിങ്ങൾ കൊല ചെയ്യുമ്പോൾ അവർ നിങ്ങളെ തിരിച്ചു കൊന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് കോൺഗ്രസിന് നേരെ വിരൽച്ചുണ്ട. നിങ്ങൾ എവിടുന്ന ഈ ശിവസേനക്കാരെ തപ്പിപ്പിടിച്ചു പോയി കൊല ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ കേരളത്തിൽ കുറെ കാലം പത്രപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ ശിവസേന നേതാക്കളെ അന്വേഷിച്ച് പലരും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എനിക്ക് അറിയുന്ന ഒരാൾ, ഒരു ദേവേട്ടനാണ്, ഇവിടെ ഉണ്ടായിരുന്ന, കൊച്ചിയിലുണ്ടായിരുന്നു. ഈ ശിവസേനയെ പോലും പോയി തെരഞ്ഞു കണ്ടുപിടിച്ച് കൊല്ലുകയാണ്. അവർ നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാ?
ഈ 2020 നിങ്ങൾ എന്ത് ചെയ്തിട്ടോ? എന്റെ പക്ഷമല്ല, നിങ്ങൾ അതിന് മറുപടി പറയുന്നേ. എന്റെ പക്ഷം എന്തോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ 2020 എന്തിനാ കുത്തിക്കൊന്നത്? അവർ നിങ്ങളെ കൊന്നിട്ടുണ്ടോ? നിങ്ങൾ ശബരിമല കർമ്മസമിതി എന്തിനാ കുത്തിക്കൊന്നത്? അവർ നിങ്ങളെ കൊന്നിട്ടുണ്ടോ? നിങ്ങൾ വിമലാദേവി എന്നൊരു സ്ത്രീയെ രാഷ്ട്രീയപരമായി കൊന്നതിന് സ്ത്രീകൾ നിങ്ങളെ കൊന്നിട്ടുണ്ടോ? നിങ്ങൾ രാധാകൃഷ്ണ മേനോൻ എന്ന മനുഷ്യൻ ട്രാക്ടർ ഓടിച്ചപ്പോ നിങ്ങൾ പോയി കുത്തിക്കൊന്നത് എന്താ? ട്രാക്ടർ ഓടിക്കുന്നവർ നിങ്ങളെ കൊന്നിട്ടാണോ? പനങ്ങാട് തങ്കപ്പനെ നിങ്ങൾ കൊന്നതിനാ? ട്രാക്ടർ ഓടിച്ചതിനാ? ട്രാക്ടർ നിങ്ങളെ കുത്തിക്കൊന്നിട്ടാണോ? പുതുപ്പള്ളി കർഷക സംഘത്തിലെ കുരുവിളയെ നിങ്ങൾ കുത്തിക്കൊന്നെന്തിനാ? അതാ പറഞ്ഞു, നിങ്ങളെല്ലാം ഒന്നാണെന്ന്. നിങ്ങളെല്ലാം ഒന്നാണ്. മനുഷ്യനെ നിങ്ങൾ രാഷ്ട്രീയമായി കൊല്ലുന്നു, മറ്റവർ ചിലർ വർഗീയമായി കൊല്ലുന്നു, നിങ്ങൾ കൊലപാതകങ്ങൾ ചെയ്യുന്നു. അത് നിർത്ത്. ഒരു മനുഷ്യന്റെ തല രണ്ടായി വെട്ടിപ്പൊളിച്ചിട്ട് ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് ഗർജിക്കാൻ നിങ്ങൾക്ക് ഒരല്പം മനസാക്ഷി ഉണ്ടോ? എന്താ എന്താണ് നടക്കുന്നത്? നിങ്ങൾ ആദ്യം, ഞാൻ പറയേണ്ടത്, തിരുത്തേണ്ട മനുഷ്യനെ എവിടുന്നാ തുടങ്ങേണ്ടത്? ഞാനല്ലേ തുടങ്ങേണ്ടത് ആദ്യം തിരുത്തേണ്ടത്? നിങ്ങൾ മറ്റുള്ളവർക്ക് കൈനീട്ടുന്നതിന് മുന്നേ തന്നെ സ്വയം തിരുത്തുക. നമുക്ക് കൊലപാതക ചെയ്തിന് സമയമുണ്ടെങ്കിൽ നമുക്ക് കൊലപാതക നിങ്ങളെ പക്ഷം ജനങ്ങൾക്ക് മനസ്സിലാവും. എന്റെ പക്ഷം ജനങ്ങൾക്ക്, എന്റെ പക്ഷം ഇതാണ്. എന്നോടൊപ്പം ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഈ അക്രമ രാഷ്ട്രീയത്തെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് തന്നെ എന്റെ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് ഒരാളുടെയും പിന്തുണ വേണ്ട. ഒരാളും സഹകരിച്ചില്ലെങ്കിലും ഒരാളും അതിന് പിന്തുണ നൽകിയില്ലെങ്കിലും ഞാൻ പറയും, മനുഷ്യരെ കൊല്ലുന്നത് ശരിയല്ല. മനുഷ്യരെ കൊന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നേറാനാകില്ല. അത് എത്ര ഉറക്ക വേണമെങ്കിലും, എത്ര ഒറ്റപ്പെടുത്തിയാലും, എത്ര മാറ്റി നിർത്തപ്പെട്ടാലും, എത്ര അധിക്ഷേപിച്ചാലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് നിങ്ങളും കണക്ക് തന്നെ, കോൺഗ്രസും കണക്ക് തന്നെ, BJPയും കണക്ക് തന്നെ, നിങ്ങളെ അതുപോലെ മറ്റ് മുസ്ലിം ലീഗ് കണക്ക് തന്നെ. പക്ഷേ നിങ്ങൾ ആരും നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യാത്ത മനുഷ്യരെ കൊന്നതിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കോൺഗ്രസുകാരും നിങ്ങളും തമ്മിൽ തർക്കം ഉണ്ടാകാം, BJPക്കാരും നിങ്ങളും തമ്മിൽ തർക്കം ഉണ്ടാകാം. നിങ്ങൾ ഒരു തർക്കവുമില്ലാത്ത മനുഷ്യരെ പോയി കൊന്നത് CPM-കാർ മാത്രമേ ഉള്ളൂ. അതും നിങ്ങളുടെ പോരായ്മ തന്നെയാണ്. ഒരു സ്ത്രീയെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ കൊല ചെയ്തത് ഈ കേരളത്തിൽ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തെ എങ്ങനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ കൊലപാതകത്തെ എന്റെ ശബ്ദത്തിന്റെ അങ്ങേയറ്റം ഉപയോഗിച്ച് തന്നെ നിശിതമായി വിമർശിക്കും. അതിന് എത്ര തോറ്റാലും, എത്ര തന്നെ പരാജയപ്പെട്ടാലും ഒരു പ്രയാസവും അതിലില്ല. ഇടതുപക്ഷം ഇതൊന്നും ഇടതുപക്ഷമല്ല. 1, 2, 3, 4 എന്ന ഇടതുപക്ഷമല്ല. അത് ഇടതുപക്ഷമെന്ന് നിങ്ങൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദ്വീപിന് അവസരം കൊടുക്കുന്നതിന്റെ കണക്ക് നമുക്കിവിടെ എടുക്കാം. ഒരു അവസരക്കുറവും ദ്വീപിന് കൊടുത്തിട്ടില്ല. ഒരു അവസരക്കുറവും ആർക്കും കൊടുക്കില്ല. ആർക്കും കൊടുക്കാതിരിക്കുന്നില്ല. ഞാൻ അങ്ങനെ എത്ര സംസാരിക്കാൻ കഴിവുള്ള ആള് വന്ന് എത്ര മനസ്സ് തിരുത്തി ശ്രമിച്ചാലും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കില്ല. അതിന്റെ ഒപ്പം നിൽക്കില്ല. അവർക്ക് എന്റെ പിന്തുണയില്ല. അതിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ഇനി എത്ര പ്രതിഭാശാലികളായ വാഗ്മിയെ കൊണ്ടുവന്നിട്ടും കൊലപാതകത്തെ എത്ര മഹത്വവൽക്കരിച്ചാലും അതിനൊപ്പം നിൽക്കില്ല. നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വരില്ല. കേരളം എന്നോടൊപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളോടൊപ്പം തന്നെയാണ്. കേരളം ഭരിക്കുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ കൊലപാതകത്തെ ഒന്നും ഒരാളും ന്യായീകരിക്കുന്നില്ല. ഒരു കൊലയാളിയെയും ന്യായീകരിക്കുന്നില്ല. ഇടതുപക്ഷം ഭരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ജനനന്മയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഭരിക്കുന്നത്. അവർ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ ജനക്ഷേമപരമായ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നാട് വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരാളെ കൊന്നു എന്ന് കരുതി നിങ്ങൾക്കോ കോൺഗ്രസിനോ BJPക്കോ ആരും വോട്ട് ചെയ്തിട്ടില്ല. അത് അങ്ങനെ നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പത ജടിലമായ കാര്യമാണ്. അത് നിങ്ങൾ ധരിച്ചാലും ശരി, BJP ധരിച്ചാലും ശരി, കോൺഗ്രസ് ധരിച്ചാലും ശരി, മുസ്ലിം ലീഗ് ധരിച്ചാലും ശരി, ആരും നിങ്ങളുടെ അക്രമം കണ്ടല്ല. നിങ്ങളിലെ കൂട്ടത്തില് ബഹുഭൂരിപക്ഷം വരുന്ന നല്ല മനുഷ്യർ നടത്തിയ സേവനങ്ങളുടെ ഭാഗം കണ്ടുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ഈ വർഗീയ, ഈ തീവ്രവാദ അല്ലെങ്കിൽ ഈ അക്രമ രാഷ്ട്രീയത്തിന് കേരളം ഒരു കാലത്തും പിന്തുണ നൽകില്ല. പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഞാൻ പ്രദീപിലേക്ക് വരാം. ഒരുപാട് പേർ നൃത്തച്ചുവട് വയ്ക്കുന്ന സ്റ്റേജ് ധാരാളം പണം പിരിച്ചെടുക്കും. നിലവാരം പുലർത്താത്തത് കുറ്റകരമാണ് എന്ന് പറയുന്നു രഘുനന്ദനൻ തിരുമുല്ലവാരത്തുനിന്ന്. ഏതായാലും തോമസിന്
തോമസ് വയനാട്ടിലെ ഒരു സംഭവം ഉദ്ധരിച്ചിരിക്കുന്നു. തോമസിൻ്റെ ആ വാക്കുകൾ വളരെ കൃത്യമാണ്. വയനാട് ഒരു പാവം മനുഷ്യനും മകനും മരിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ അതിനുത്തരം പറഞ്ഞു. തോമസിൻ്റെ ആ നിലപാടിനോട് തന്നെയാണ് എനിക്കും യോജിപ്പ്. തോമസ് പക്ഷേ മറ്റേ CPM ചെയ്യുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടാണെന്ന് അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് എനിക്കുള്ള വിയോജിപ്പ്. മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് തോമസിൻ്റെ ആവശ്യം. ഞാൻ നോക്കാം, ഈ കൊലപാതകത്തെ ന്യായീകരിച്ച് കൊണ്ടേ മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് അവസാനിപ്പിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത്. തോമസ്. ജയകുമാർ, പ്രദീപ്, ശ്രീ പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രദീപ്. ഹലോ, നമസ്കാരം മിസ്റ്റർ മനു. ഗുഡ് ഈവനിങ്. തൊണ്ടയൊക്കെ പോയി പ്രദീപ്. മിസ്റ്റർ മനു, ഒരു ആക്ഷൻ സിനിമ കണ്ട് തീർന്ന ഒരു ഫീലാണ്. ഇടി, മിന്നല്, തീപ്പൊരി എല്ലാം ഉണ്ട്. മനു, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമുണ്ട്. അത് ഏത് കാര്യത്തിലെന്നറിയോ? നിങ്ങള് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം, ഏത് രാഷ്ട്രീയ പാർട്ടി കൊലപാതകം ചെയ്താലും അതിന് നിങ്ങൾ തള്ളിപ്പറയും, ഏതൊരു പാർട്ടിയിലും. കാരണം ഈ ഭൂമിയിൽ മറ്റൊരു വ്യക്തിയെ കൊല്ലുവാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. ആരുടെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമല്ലോ, നമ്മുടെ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും നമുക്ക് തെറ്റും ശരിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാമല്ലോ. അതിന് ഒരു വ്യക്തിയെ കൊല്ലരുത് എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അതുകൊണ്ടാണ് താങ്കൾ അതിനെ വളരെ ശക്തമായി പലപ്പോഴും എതിർക്കുമ്പോൾ എനിക്ക് താങ്കളുടെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കാര്യത്തിൽ പിന്നെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ PT തോമസ് സാറിന്റെ ഏറ്റവും രാഷ്ട്രീയത്തിലെ നല്ലൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫിന് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചതിൽ വളരെ വിഷമമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ദിവ്യ ഉണ്ണിയോ, ഈ പുള്ളിക്കാരത്തെ ഈ 15,000 പേരെ കൊണ്ട് ഈ ഡാൻസ് ഒക്കെ നടത്തിച്ചിട്ട് എന്നതാ ഉപയോഗം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, അവർ ആ പ്രോഗ്രാം ചെയ്ത് കേൾക്കുന്നു ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റേഡിയം കിടക്കുന്നത് കണ്ടായിരുന്നോ മനു? എന്തൊരു വൃത്തികേടാണ്. ഇത്രയ്ക്കധികം പരിസ്ഥിതി ശുചിത്വം വ്യക്തി ശുചിത്വം ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഈ കൊച്ചു കുട്ടികളെയും കൂടെ. അതുപോലെ ഈ ഡാൻസ് ഞാനൊന്ന് കണ്ടായിരുന്നു. ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് പോകും, ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന്. ഇതിലെ ഡാൻസ് പറയുന്ന കഷ്ടം, വളരെ കഷ്ടം. അതേപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് മനു, ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒത്തിരി പേരുടെ കാത്തിരിപ്പുന്നുണ്ട്. മിസ്റ്റർ മനു, ഇന്നലെ പറഞ്ഞതില് പെരിയ ഇരട്ടക്കൊലപാതകം നടക്കുന്നത് ഫെബ്രുവരി 2019 ഫെബ്രുവരി 17-ാം തീയതിയാണ്. അന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ മകന്റെ കല്യാണം നടക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. എന്റെ ഭാഗത്ത് തെറ്റുപറ്റിക്കണം, അന്ന് മകന്റെ കല്യാണം അല്ലല്ല. അതേപോലെ അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ നടത്തിയിരുന്നു. ആ റിസപ്ഷൻ വന്നിട്ട് 19-ാം തീയതിയാണ്. ആ റിസപ്ഷനിൽ ചീഫ് ഗസ്റ്റ് ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും. അതേപോലെ രണ്ടാമത്തെ മകന്റെ കല്യാണം. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞൊരു പോയിന്റ് ഇതാണെന്ന്. ഈ രാഷ്ട്രീയ അടിമകളായിട്ട് പേപ്പട്ടികളെ പോലെ പരസ്പരം വെട്ടി കുത്തി ചാവാതെ നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നേ. വോട്ടുണ്ടെങ്കിൽ കൊടുക്കൂ, നിങ്ങൾ വോട്ട് കൊടുക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ. പക്ഷെ കൊല്ലാൻ വേണ്ടി ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്മാരുടെ മക്കൾ ഇതുവരെ മരിച്ചിട്ടുണ്ടോ മിസ്റ്റർ മനു? എന്ത് വിഷമമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഫ്യൂച്ചർ നോക്കുന്നേ. ഈ മറ്റുള്ളവന് വേണ്ടി ഇവരൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നേ, ഈ അടിമകളായിട്ടിരിക്കാതെ അടിമകളായിട്ട്. താങ്ക് യു. യെസ്, വ്യക്തമാണ്, വളരെ വ്യക്തമാണ് ശ്രീ പ്രദീപിൻ്റെ. അച്യുതൻ നമുക്കൊപ്പം ഉണ്ട് കോഴിക്കോട്. അതിന് മുമ്പ് ജിയോവ പറയുന്നത് ഞാൻ വളരെ ഓവറാണെന്നാണ് പറയുന്നത്. ഇനിയും ഓവറാകാൻ തന്നെയാണ് ജിയോവ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഞാൻ ജിയോവ അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു ധാർമ്മിക ഇത് കാണിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഞാനിത് പല ആളുകളുടെയും വീട്ടിലൊക്കെ പോയി അവിടെ നിന്ന് കണ്ടുമടുത്ത മനസ്സുമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു അനുഭവത്തിൻ്റെ പുറത്ത് പറയുന്നത്. ഞാനും സാധാരണ ഒരു കോളേജിലൊക്കെ പോയി പഠിച്ച വിദ്യാർത്ഥിയൊക്കെ ആയിരുന്ന ആളുകളൊക്കെ വഴക്കൊക്കെ കൂടിയിട്ടൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ പത്രപ്രവർത്തന രംഗത്ത് വന്ന് ആദ്യ ഘട്ടങ്ങളിൽ ഇത് കാണുമ്പോൾ മനസ്സ് മരവിച്ചു പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ രാഷ്ട്രീയ കൊലയാളികൾ അങ്ങനെ പാർട്ടിക്കാർ കൊടുക്കുന്ന ലിസ്റ്റിലെ ആളുകളൊന്നുമല്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ പല കൊലകളും നടത്തുന്ന ഇതിനൊക്കെ പ്രത്യേകമായി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടെന്ന്. കാരണം മനുഷ്യൻ്റെ തല, ഞാൻ ഈ കൃപേഷിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്, തല രണ്ടായി വെട്ടി പൊളിക്കുകയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ ഈ അവിടുത്തെ 4-5 CPM-കാർക്കൊന്നും പറ്റില്ല. ഇതിന് പരിശീലനം സിദ്ധിച്ച ആളെ കൊണ്ടുവന്ന് ഇത് ചെയ്തിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ഞാനിപ്പോൾ കോടതിയും പോലീസും പറയുന്നത് ഞാനും അംഗീകരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു 19-കാരൻ്റെ തല രണ്ടായി വെട്ടിപ്പൊളിക്കാൻ അത് എളുപ്പമല്ല. ഒരു കോഴിയെ കൊല്ലാൻ നമ്മളുടെ നാട്ടിലെ ആളുകൾ പണ്ടൊക്കെ, ഇന്നിപ്പോൾ ബ്രോയിലർ കോഴി നമുക്ക് കടയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. പക്ഷേ അന്നൊന്നും ഇത് കിട്ടാതിരുന്നൊരു കാലത്ത് വീട്ടിലൊരു കോഴിയെ കൊല്ലാൻ ആ നാട്ടിൽ നടക്കുന്ന വെപ്രാളം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാൻ ഈ ധീരജിൻ്റെ വീട്ടിൽ ചെന്നു. ധീരജിൻ്റെ വീട്ടിലെ ആ കണ്ണീരിൻ്റെ കാണുമ്പോൾ ആ ധീരജിൻ്റെ സഹോദരൻ ഏതാണ്ട് ആ സമ്മർദ്ദം മാധ്യമങ്ങളോടൊക്കെ ഇറങ്ങിപ്പോകാനാണ് പറയുന്നത്. കാരണം അദ്ദേഹം വിചാരിച്ച് നമ്മളത് അവിടെ ചെല്ലുന്നതും അങ്ങനെ പൊട്ടിത്തെറുക്കുകയായിരുന്നു.
എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത്രമാത്രം സ്നേഹിച്ച സഹോദരനാണ് ഞങ്ങളെ ആട്ടി ഇറക്കുക ചെയ്തത്. കാരണം മറ്റൊന്നും ഞങ്ങളതിൽ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മാനസിക അവസ്ഥ ഏതാണ് ഒരു മനുഷ്യൻ സ്വന്തം സഹോദരൻ അത്രമാത്രം സ്നേഹിച്ചെന്ന് വെച്ചാൽ ഭയങ്കര കൂട്ടായിരുന്ന ഒരു ആള് നഷ്ടമാകുമ്പോൾ ഇങ്ങനെ കൊല ചെയ്തു എന്ന് പറയുമ്പോഴുള്ള ആ വികാരം മനസ്സിലാവും. അതുപോലെ ഞാൻ ഈ സുധീഷ് എന്ന് പറഞ്ഞ CPM കാരൻ, അദ്ദേഹത്തിനെ കുറിച്ച് അവിടെ നിന്ന് കണ്ണൂരിലെ ആളുകൾ മഴുകൊണ്ട് സ്വന്തം അമ്മയുടെ വിറകു കഷ്ണം നമുക്ക് അങ്ങനെ ആഞ്ഞു വെട്ടാൻ കഴിയില്ല, അതുപോലെ വെട്ടി കഷ്ണമാക്കുക. അദ്ദേഹം CPM കാരനാണ്. അതേപോലെ എത്ര ആളുകൾ ഓരോ കുട്ടികളുടെയും കാര്യം ഞാൻ ഈ വലരിയിൽ കുട്ടച്ചൻ എന്ന് പറഞ്ഞ ആളുടെ കാര്യം ഞാൻ ആ കൊലപാതകമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ തലേ ദിവസം വരെ സ്വന്തം പാർട്ടിയുടെ കൊടിയും പിടിച്ച് നടന്ന ആളാണ് പിറ്റേ ദിവസം അദ്ദേഹം ഗൗരിയമ്മയുടെ കൂടെ പോകും. ആ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ശത്രുവായി മാറി. കത്തിയെടുത്ത് കുത്തി കുടമാല പുറത്തിട്ടു. ഒരു ഭാര്യയും പറക്കമുറ്റാത്ത 3 കുട്ടികളും. ഒരു പിന്നോക്ക സമുദായത്തിലെ വലരിയിൽ കുട്ടച്ചൻ. ആ കുട്ടച്ചൻ്റെ ഭാര്യ പിന്നെ ജീവിതത്തോട് പടവെട്ടിയ കഥ എന്നോട് പറഞ്ഞപ്പോൾ കണ്ണീര്. ഞാൻ അഞ്ചേരി ബേബിയുടെ വീട്ടിലേക്ക്, ഇതൊക്കെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോയതാണ്. അങ്ങനെ മടുത്ത് ഞാനിത് പറയുന്നത്, അല്ലാതെ ഇത് എങ്ങനെ ആളുകളുടെ മുന്നിൽ അങ്ങ് വലിയ ആളായി കളയാം എന്ന് വിചാരിച്ച് പറയുന്നതല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു. ഇനി ഇതിനോടൊക്കെ അപ്പുറത്തേക്ക് ഞാൻ കണ്ട ഒരു വലിയ ദുഃഖകരമായ മറ്റൊരവസ്ഥ നിങ്ങൾക്ക് യൂട്യൂബിലോ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ ഈ കൊലപാതകത്തിന് ശേഷം പെരിയിൽ ആ കൊലപാതകത്തിന് ശേഷം അതിൽ 1-ാം പ്രതിയെ പീതാംബരൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ഞാൻ കണ്ടത് കാഴ്ച, ആ കുടുംബം തകർന്നു പോയെന്നേ, ഒന്നും അവരും നേടിയിട്ടില്ല. ഒരു കുഞ്ഞുമോൾ സ്വന്തം അച്ഛൻ കൊലയാളിയാണെന്ന് പറയേണ്ടി വരുന്നൊരു നിമിഷം എൻ്റെ ക്യാമറയിൽ എൻ്റെ മൈക്കിൽ വന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ, പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ ആരാണ് പറ്റിച്ചത്? ആ പീതാംബരൻ്റെ അമ്മ എൻ്റെ മോനെ ഇങ്ങനെയല്ലല്ലോ ഞാൻ വളർത്തിയത് എന്ന് പറഞ്ഞ് വിലങ്ങടിച്ച് കരയുന്നൊരമ്മ. ആ വീടിന് ചുറ്റും ആളുകൾ രാത്രി വളരെയധികം അവർക്ക് വിഷമമുള്ള കോൺഗ്രസ് പറഞ്ഞു, ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല, അവരുടെ കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു, അവരവിടെ വന്ന് അവരും കിട്ടിയ സാധനം കിട്ടിയെന്ന് വെച്ചാൽ ഈ പച്ചക്കറിയും മറ്റതുമെല്ലാം ദേഷ്യം തീർത്തത് വാഴയോടും ഒക്കെയാണ്. എന്തെങ്കിലും ചെയ്യും മനുഷ്യനെ, ഞാനതിനെ ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ അപ്പോഴൊക്കെ ഈ 3 സ്ത്രീ ഈ കുഞ്ഞും ഈ ഭാര്യയും ഈ അമ്മയും അവർ ഇതാഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു സാഹചര്യം ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാരാണ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങനെ തോന്നിപ്പോകുന്നതുകൊണ്ട് പറയുന്നതാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയും മാത്രം തെറ്റ് ചെയ്തതെന്ന് പറയാനാവില്ല. പക്ഷേ ഒരു ട്രാക്ടർ ഓടിച്ചതിൻ്റെ പേരിൽ 2 പേരെ കുത്തിക്കൊന്നതൊക്കെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ആളുകൾ ചെയ്യുന്നു എന്ന് പറയും. ട്രാക്ടർ ഓടിക്കുന്നതിന് ആളെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ 2020 എന്ന് പറയും സംഘടനയുടെ പേരിൽ ആളുകളെ കുത്തിക്കൊല്ലുക. ഇതൊക്കെ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കാൻ ചെയ്യുന്നെന്ന് പറയുന്ന ന്യായം പോലും അപ്രസക്തമാണ്. അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM-നും ഒരുപാട് ആളുകളെ നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടവരുടെ കണക്കും വേദനയും അവർക്കറിയാമല്ലോ. അത് എന്തിനി പടർത്തണം? അത് യൂത്ത് കോൺഗ്രസിനും നഷ്ടമായിട്ടുണ്ട്, RSS-നും മുസ്ലിം ലീഗിനും ഒക്കെ ഇതുപോലെ ആളുകളെ നഷ്ടമായിട്ടുണ്ട്. ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കണ്ണൂരിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെയും ഈ ബോംബെറിഞ്ഞും മനുഷ്യനെ ഭയപ്പെടുത്തിയും ഇതാക്കിയും ആക്രമിച്ച് കൊല്ലുക എന്തൊരു ക്രൂരതയാണ്. ആ ബോംബ് ഉണ്ടാക്കുമ്പോൾ ചിലർ മരിക്കുന്നു. എന്തിനാണ്? അതുകൊണ്ടൊക്കെ എന്ത് നേട്ടം? അതുകൊണ്ട് ശ്രീ ജിയോവ, താങ്കളും ഈ എന്തെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. മനുവിന് ഇടതു വിരോധ ജ്വാല ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഷിജി ഭാസ്കർ, എനിക്ക് ഇടതു വിരോധമില്ല, എനിക്ക് ഒരു ഇടതു വിരോധമില്ല. ഇടതു സർക്കാർ കാണിച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളെ അക്കമിട്ട് നിർത്താൻ പറഞ്ഞാൽ അതെനിക്ക് യാതൊരു പ്രയാസവും ചെയ്യാൻ പറ്റും. അത് കർഷക തൊഴിലാളികളുടെ പെൻഷൻ തൊട്ട് ഈ നാട്ടിലെ AKGയുടെ അല്ലെങ്കിൽ P കൃഷ്ണപിള്ളയുടെ കാലം തൊട്ടൊക്കെ ഉള്ള ചരിത്രത്തിൽ അങ്ങേയറ്റം ഇടത് രീതികളോട് അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് യാതൊരു വിയോജിപ്പും അവരോടില്ല. എനിക്ക് വിയോജിപ്പുള്ളത് ഈ കൊലയാളികളോടാണ്. അവർ ഇടതുപക്ഷമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ ഇടതുപക്ഷമാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നതെന്ന് എനിക്കറിയില്ല. ഇതെന്ത് ഇടതുപക്ഷമാണ്? ഒരു സ്ത്രീയെ വീട്ടിനകത്തേക്ക് തീയെറിഞ്ഞു കൊല്ലുക, ചുട്ടുകൊല്ലുക, അതെന്ത് ഇടതുപക്ഷമാണ്? അതാണോ ഇടതുപക്ഷം? അങ്ങനെ ഞാനൊരു ഇടതുപക്ഷത്തിനും എതിരല്ല. ഞാൻ മനുഷ്യപക്ഷത്ത് നിൽക്കുമ്പോൾ ആ മനുഷ്യപക്ഷത്തായിരിക്കണം ഇടതുപക്ഷം എന്നും കൂടി വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതായാലും ഞാനിപ്പോൾ നമ്മുടെ അടുത്ത അച്യുതൻ കോഴിക്കോട് നിന്ന് അല്ലേ, ശ്രീ അച്യുതൻ വളരെ വിഷയം ഇതൊന്നും ആയിരുന്നില്ല, പക്ഷെ ആളുകൾ പലപ്പോഴും പഴയ വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ അച്യുതൻ ഈ നൃത്തരംഗവുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എന്താണ് ഈ 12,000 മനുഷ്യർ ഈ നൃത്തം ചെയ്യുമ്പോൾ അത് നൈപുണ്യം പ്രകടമാക്കലാണ്? അതിൽ കാര്യമുണ്ട്, കാരണമുണ്ട്. 12,000 മനുഷ്യരിങ്ങനെ ഒരുമിക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഒരു മുൻകൂട്ടി ഒരു കാഴ്ചപ്പാടതിന് വേണ്ടി
അതുണ്ടായില്ല. ഈ 12,000 മനുഷ്യര് ഏത് സ്ഥലത്താണ് ഒത്തുകൂടിയിട്ട് ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നത്? ഗിന്നസ് ബുക്കില് പോകാൻ പോണെന്ന് പറയുമ്പോ സർക്കാരിന്റെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ആദ്യം അത് ചിന്തിക്കേണ്ടിയിരുന്നു. ഇതൊന്ന് പരിശോധിക്കണമായിരുന്നു. കാരണം അതിന് മുമ്പേ നമുക്ക് അനുഭവം ഉണ്ട് ഇതുപോലുള്ള പരിപാടികൾ നടന്ന്. ഉമാ തോമസ് ആശുപത്രി കിടക്കണ വലിയൊരു സങ്കടം ഉണ്ട്. തോമസ് അത്രയും നല്ല മനുഷ്യനാണ്. അയാളെ ഭാര്യ, എനിക്ക് വലിയൊരു സങ്കടം ഉണ്ട് ഉമാ തോമസ് ആശുപത്രി കിടക്കണതിനെ കൊണ്ട്. പക്ഷെ ഈ 12,000 മനുഷ്യര് അവിടെ കേട്ടി ഡാൻസ് ഒക്കെ ചെയ്യണത് നമ്മളവിടെ കേരളത്തില് നടത്താൻ പറ്റാത്തൊരു സംഗതി. അത്ര വലിയൊരു കലാകാരന്മാരും ഇല്ലേ ഗിന്നസ് ബുക്ക് പോകേണ്ട വലിയൊരു കലാകാരന്മാരും ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരൊക്കെ ആദ്യം സാംസ്കാരിക മന്ത്രിക്കില്ലേ ഓലൊക്കെ ആദ്യം ചിന്തിക്കണ്ടേ. പിന്നെ ഈ സ്റ്റേജ് കെട്ടുന്നത് എഞ്ചിനീയേഴ്സ് നോക്കിയിട്ടാണോ അത് കെട്ടിയത്? അല്ല, അതിന്റെ കാലുകളും അതിന്റെ ഈ തൂണുകളും ഒക്കെ കൊടുത്ത് എഞ്ചിനീയർമാരൊന്ന് സാക്ഷ്യപ്പെടുത്തണം. അതിൽ വലിയ വലിയ VIP കളൊക്കെ വരുന്നല്ലേ. ഈ VIP കളെയൊക്കെ ക്ഷണിച്ചിങ്ങായിട്ട് ഈ ഉറപ്പില്ലാത്ത സ്റ്റേജിന്റെ പിള്ളേർ റിബണാണോ അല്ല അവിടെ കൈവരിയായിട്ട് കെട്ടിട്ടത്? അത് VIP അല്ല, ആര് തൊട്ടാലും വീണാവില്ലേ? ആര് തൊട്ടാലും അതിലിപ്പോ സർക്കാരിനെ കുറ്റം പറഞ്ഞേ ഉള്ളൂ. കാരണം സർക്കാരിന്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഉച്ചഭാഷിണി വെക്കണമെങ്കിലും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി അംഗീകാരം വേണം. ആ സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു അനാസ്ഥ നടന്നിട്ട് ആർക്കും ചോദ്യം ചെയ്യാതെ കടന്നുപോയത്. ഒന്നും ചെയ്യാതെ ഇവിടെ മുഖ്യമന്ത്രി ഉണ്ട്, ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഈ ആഭ്യന്തര വകുപ്പും എല്ലാം കൂടെ കൂടി യോജിച്ചിട്ടല്ല അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ ചെയ്യേണ്ടത് അല്ലേ? അത് നേരെ മരിച്ചു പേടിച്ച് എന്തൊക്കെ പറയാ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഈ കൊലയാളികള്, ഈ കൊലകളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകന്റെ നേതാക്കന്മാരെ വീട്ടിലുള്ള ആരും ചാവണില്ലല്ലോ. ഒക്കെ സാധാരണക്കാരന്റെ ആൾക്കാരിലെ ചാവണത് അല്ലേ? ആ വിവരമില്ലാത്തവര് ആണ് ചാവണത്. വിവരമുള്ള വലിയ നേതാക്കന്മാരെ മക്കള് വലിയ വലിയ ഉദ്യോഗമൊക്കെ ആയിട്ട് നടക്കണ്. വിവരമില്ലാത്ത നമ്മളെ പോലത്തെ ആൾക്കാർ പോയി ചാവണ്, കുത്തുകൊള്ളണ്. ഓനൊരു പ്രശ്നമില്ല വലിയ ആൾക്കാർക്ക്, നേതാക്കന്മാർക്ക്. ഓലെ വീട്ടില് ഒരു MP-ക്ക് 50,000 രൂപ പെൻഷൻ തന്നെ ഉണ്ട് ഇല്ലേ? ഒരു MP-ക്ക് ഈ MP-നെ ആക്കി കൊടുക്കുന്ന സാധാരണക്കാരന് എന്തിട്ടുള്ള ഒന്നുമില്ല. അവൻ പോയി ചാവുക, ഓന് വേണ്ടി ചാവുക. അതൊക്കെ അവിടെ നിർത്തണോ? അതിന് നമ്മള് സാധാരണക്കാര് മെനക്കെട്ടാ സഹായിക്കും. രാഷ്ട്രീയം പറ്റൂല ഇതിന്. കൃത്യമാണ് താങ്കളുടെ കാഴ്ചപ്പാടും പ്രവർത്തനവും. വളരെ വ്യക്തമാണ്. തോമസ് മാത്യു എഴുതുന്നു, ചീമേനിയിലെ 6 സഖാക്കളെ കൊന്നത് കോൺഗ്രസ്സുകാരാണ്, അത് ജനങ്ങൾ മറന്നിട്ടില്ലെന്ന്. അതും ഞാൻ മറന്നിട്ടില്ല. ഞാനും അവിടെ പോയി ശ്രീ തോമസ്, ഞാൻ അവിടെയും ചെന്നു, അത് കണ്ടു ആ സ്ഥലമൊക്കെ. അത് സംഭവം നടന്നിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഇതിങ്ങനെ ആ കാസർഗോഡ് ചെന്നപ്പോൾ ആളുകൾ കാണിച്ചു തന്നു ചീമേനിയിൽ നടന്നത്. ഒരു ജനം ഈ CPM പ്രവർത്തകർ ഒരു ഓഫീസിനകത്ത് ഇരുന്നപ്പോൾ അതിനകത്ത് തീയിട്ട്, വാതിലടച്ചപ്പോൾ അതിനകത്ത് തീയിട്ടാണ് മനുഷ്യരെ ചുട്ടുവന്നത്. ഞാൻ പറയുന്നത്, ഞാൻ എതിർക്കുന്നത് അതിനെയും കൂടിയാണ്. അല്ലാതെ നിങ്ങളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ഒരു വിഭാഗത്തെ എതിർക്കുന്നു, ഞാൻ എല്ലാം എതിർക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ചീമേനിയിൽ കൊന്നത് നല്ല കാര്യമൊന്നും ആരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിക്കാനും ഞാൻ ഏതായാലും അതിന് കൂട്ടുനിൽക്കുകയുമില്ല. ഷാജി ചാവക്കാട് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഷാജിക്ക് കേൾക്കാമോ? ശ്രീ ഷാജി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. ഞാൻ ചോദിച്ചത് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ഇതുപോലെ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ മുൻകരുതലുകൾ എടുക്കേണ്ടിയിരുന്നത്? ഷാജിക്ക് എന്ത് തോന്നുന്നു ഒരു MLA താഴെ വീണ് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായി എന്ന് കേൾക്കുമ്പോൾ? എന്തായാലും അതിൽ തന്നെ ഉമാ തോമസ് എന്ന മേഡം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സംഘാടകരെ മാത്രം നമുക്ക് ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിന് നമ്മളെ ഭരണ സംവിധാനമുണ്ട്. അവർ ഇങ്ങനെ ഒരു വിഷയം നടന്നതിന് ശേഷം മാത്രം അവിടെ പോയി പരിശോധന നടത്തുക, അവർക്ക് ഇതിന് നടത്താനുള്ള സാങ്ഷൻ ഇല്ല, ഇങ്ങനെയുള്ളൊരു അഭിപ്രായവും കാര്യങ്ങളും അവരുടെ പേരിൽ കേസെടുക്കുക. ഇത് അതിനു മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, ഈ കാര്യങ്ങൾ പോയി പരിശോധിക്കുകയും അതിന് ഇതെല്ലാം നടത്താനുള്ളൊരു സെറ്റപ്പാണോ അവിടെ നടത്തണമെന്നത് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അത് ഒന്നും ചെയ്യാതെ ഈ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം മാത്രം അവിടെ പോവുക, സ്റ്റേജ് പരിശോധിക്കുക, അവിടെ ഇന്നത് കുറവുണ്ട്, അതുകൊണ്ട് സംഘാടകരുടെ പേരിൽ കേസെടുക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത്. ജാഗ്രത വേണമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ജാഗ്രത വേണം. ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ സംഘാടകരെ മാത്രമല്ല ഒഴിഞ്ഞു വരാൻ പറ്റില്ല, നമ്മുടെ ഭരണ സംവിധാനവും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരെയും കൂടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ രാഷ്ട്രീയ
കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ന്യൂസ് സൈറ്റിൽ കാണിക്കുന്നുണ്ട് കൊടിസുനിക്ക് 30 ദിവസം പരോള അനുവദിച്ചെന്നുള്ളത്. അത് എന്താ നമ്മൾ പറയാ? ടി.പി. ചന്ദ്രശേഖരൻ 51 വെട്ടി കൊലപ്പെടുത്തിയ ഒരാളാണ്. അതായത് IS ഭീകരന്മാരെ പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് ഇവർ ചെയ്തത്. ആ ഭീകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ആൾക്ക് ഒരു 30 ദിവസം പരോളാണ്. അതങ്ങനെ അമ്മേനെ കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കാര്യം ഓർക്കണം, മറ്റേ നമുക്ക് ഈ അവകാശങ്ങളൊന്നും ഇല്ല. അങ്ങനെ അമ്മ അതൊക്കെ ഓർക്കണ്ടാണ്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ കൊലപാതകവും നടക്കും, ഇതെല്ലാം നടക്കും. ആരെങ്കിലും ഭരണത്തിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ ആവാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ കുറേ ദിവസമായെന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചിട്ടല്ലേ, അതോ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു? ശ്രീ സുരേന്ദ്രൻ കേൾക്കാമോ? കേൾക്കാം സാറേ. ഞാൻ കുറേ ആയി സുരേന്ദ്രനുമായി സംസാരിച്ചിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കുറച്ച് ദിവസമായി സാറേ. ഈ 1 മണിക്കൂറായിട്ടും സുരേന്ദ്രന് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതാണോ, അതോ തിരക്കുകൾ കാരണം പൊതുവേദി മറന്നതാണോ? അല്ല, ചില വിഷയങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഞാൻ ഇന്നും വിളിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ സാറ് കുറച്ച് ദിവസമായിട്ട് സോഡയും ഇതൊക്കെ ആയിട്ട് നന്നായി കുടിക്കുന്നുണ്ട്. അത് കാരണം പിന്നെ എനിക്ക് പറയാനുള്ളത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മള് ഇതേമാതിരി തിക്കും തിരക്കിലുണ്ടായിട്ടാണ് കുറച്ച് വിദ്യാർത്ഥികൾ മരിച്ചു. അത് അപ്പൊ അതൊന്നും ഈ ആൾക്കൂട്ടങ്ങൾ വരുമ്പോ എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു വിഷയം ഉണ്ടാവുമ്പോ മാത്രമാണ്. ഇപ്പൊ സാറൊന്ന് ആലോചിച്ചപ്പോ നാളെ 31-ാം തീയതി ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ 2 സ്ഥലത്ത് കത്തിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാപ്പാത്തിനെ കത്തിക്കുന്ന ഒരു കേസ് മാറ്റി വന്നിട്ട് അപ്പൊ കോടതി പോയപ്പോ എന്താ പറഞ്ഞ കോടതി, നിങ്ങൾ കത്തിച്ചോ, പോലീസ് എങ്ങനെയെങ്കിലും അതൊക്കെ അവര് നോക്കിക്കോളും. പോലീസിന് പറ്റാത്തത് കൊണ്ടാണ്. ശബരിമല സീസൺ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ കോടതി എന്താ പറഞ്ഞു അറിയാം, അവിടെ കത്തിച്ചോളാൻ പറഞ്ഞേക്കാണ്. ഇത്രയും ജനങ്ങൾ വരുമ്പോ ഇവരെ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാ? ഇപ്പൊ പോലീസിന് ആൾക്കാർ പറയുന്നുണ്ട് ഈ പോലീസ് അവിടെ എന്തെങ്കിലും ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഗിന്നസ് ബുക്കിൽ കയറേണ്ട ഒരു പ്രവർത്തനത്തെ പോലീസ് അത് അതിരൂക്ഷമായിട്ട് അവരിടപെട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കാനായിട്ട് നോക്കി. ഈ വക കാര്യങ്ങളായിരിക്കും പറയാം. പിന്നെ ഈ സ്റ്റേജ് കൊടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണോ എനിക്കറിയില്ല. അതിന്റെ ഉള്ളിൽ മറ്റൊരു സ്റ്റേജ് പണിയരുതെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ലംഘിച്ചിട്ടാണ് ഈ പണി ചെയ്തതെന്നാണ്. അത് ലംഘിച്ചിട്ടാണ് ചെയ്തെന്ന് പറയണം. പിന്നെ സാറിനോട് എനിക്ക് പറയാനുള്ളത്, സാറിന്റെ മാതിരി വെള്ളരിപ്രാവല്ല ഞാൻ എന്താ വെച്ചാലേ, എനിക്കിപ്പോ മണിപ്പൂരിലായാലും അത് മറ്റേ പോപ്പുലർ ഫണ്ടും RSS ആയാലും ഏത് കൊലപാതകമാണെങ്കിലും ഞാൻ അതിനെ ഒരു കാരണവശാലും സാറിന്റെ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കണം. പക്ഷെ തൃണേരിയില് നമ്മൾ എന്തുകൊണ്ടാണെന്നറിയോ ഇവരൊക്കെ പ്രതികരിച്ചത്, ഈ ദീപ് മറ്റുള്ള ആൾക്കാരൊക്കെ പ്രതികരിക്കുന്നത് എന്തെന്നാ അറിയോ, ചില വിഷയങ്ങൾ വിധി വരുമ്പോ മാത്രം അത് മാത്രം എടുത്ത് ചർച്ച ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് അവരൊന്നും കൊലപാതകത്തെ ന്യായീകരിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. തൃണേരിയിലുണ്ടായി അന്ന് ഒരു 7 പേര്, ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, ആ പാർട്ടിയിലെ പ്രതികൾ വന്നു. അന്ന് ഈ ചർച്ച കണ്ടില്ല. അതാണ് പറയുന്നത്. അതായത് എല്ലാ വിഷയങ്ങളും ഈ മറ്റേ പെരിയ മാത്രമല്ല, ഇതൊക്കെ നമുക്ക് പാടാവണം. തൃണേരി ആയാലും ഇപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് ഒരു കൊച്ചനി എന്ന് പറഞ്ഞിട്ടൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞില്ലേ ഇതേമാതിരി പെങ്ങളും ഇതൊക്കെ എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. തൃശ്ശൂര് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ്. പാർട്ടിന്ന് ഞാൻ പറയുന്നില്ല. അറിയാം, SFI പ്രവർത്തകനായ കൊച്ചനി ഞാൻ പഠിക്കുമ്പോഴതിന് തൊട്ട് മുമ്പാണ്, കോളേജിൽ എത്തുന്നതിന് മുൻപാണ് കൊച്ചനിയൻ അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. ഇതേമാതിരി തന്നെ പാവപ്പെട്ട വീട്ടിലായിരുന്നു ഞാനിത് കണ്ട്. ഞാൻ പറയുന്നതിൽ എന്താ വ്യത്യാസം എന്താന്ന്, ഇത് തന്നെ ഞാൻ പറഞ്ഞു. പാവപ്പെട്ട വീട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ കൊലകത്തിക്ക് ഇരയാകുന്നത്. സാറ് വെള്ളരിപ്രാവിന്റെ ഭാഷയിലെ പറയണേ, ഞാൻ അങ്ങനെയല്ല പറയണേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ സാറിനോട് നിങ്ങൾ പറയുന്നത് ഇത് അവര് കൊന്നു നമുക്കും കൊല്ലാം എന്നാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ കോൺഗ്രസ്സുകാർ നിങ്ങളെ കൊന്നു, എല്ലാ വിഷയങ്ങളും അതുമാതിരി വരണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല ഇത് നിങ്ങള് അല്ല ഞാൻ ചോദിക്കുന്നത് അതാണ് സുരേന്ദ്രൻ, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാർ നിങ്ങളെ കൊല്ലുന്നു, നിങ്ങൾ കോൺഗ്രസ്സുകാർ നമ്മളൊന്നും പറയണ്ട, എന്നോട് അല്ല ഞാൻ പറയുന്നത് CPM-നെ കോൺഗ്രസ്സുകാർ കൊല്ലുന്നു, CPM-കാർ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി തിരിച്ചടിക്കുന്നു എന്നാണ് വിചാരിക്കും. BJP-ക്കാരും സമാനമായി ഇങ്ങനെ CPM-കാരെ ആക്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സുധീഷിൻ്റെ കഥയല്ല, യാഥാർത്ഥ്യം, നടുക്കുന്ന യാഥാർത്ഥ്യം, അതും ഒക്കെ ഇതിൻ്റെ BJP-ക്കാർ നടത്തിയിട്ടുള്ള ചില ആക്രമണങ്ങളാണ്. ഇതേപോലെ നിരവധി അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഈ ട്രാക്ടർ ഓടിച്ചതിന് ആളെ കുത്തിക്കൊല്ലുക. JS ഇന്നലെ വരെ ഒരേ പാർട്ടിക്കാരൻ, ഇന്നയാൾ ഗൗരി അമ്മയുടെ പക്ഷത്തായി കുത്തിക്കൊല്ലുക. അപ്പോൾ ഇങ്ങനത്തെ ക്രൂരതകൾ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയല്ല. ഇത് കോൺഗ്രസിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷേ ഈ കാര്യങ്ങൾ എന്നെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുകയാണ്.
ഒരു കാര്യവുമില്ലാത്ത മനുഷ്യർ ട്രാക്ടർ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് 2 പേരെ കുത്തിക്കൊന്നു. രാധാകൃഷ്ണ മേനോൻ പനങ്ങാടുകാരൻ, അതുപോലെ ഒരു തങ്കപ്പൻ, അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് വേറെന്തോ ആണ്. ഏതായാലും ഈ 2 പേരെയും കൊന്നു. അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരു പുതുപ്പള്ളി കർഷക സഹകരണം. ഇതൊക്കെ എന്ത് പ്രതിരോധത്തിൻ്റെ പേരിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കുരുവിള ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത് സാറേ, ആ കൊലപാതകങ്ങളല്ല പറയണേ. ഇപ്പൊ വയനാട് 2 പേര് മരിച്ചു ഇല്ലേ, 2 പേര് ആത്മഹത്യ ചെയ്തു. അത് ചർച്ചയ്ക്ക് വരുന്നില്ല സാർ. നിങ്ങളുടെ ചാനലില് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ ചാനലിൽ ഇന്നലെ വൈകുന്നേരം ചർച്ച ചെയ്തു, ബാക്കിയുള്ള ചാനലിൽ ചർച്ച ചെയ്തില്ല. 15 ദിവസം പത്തനംതിട്ടയിലെ നവീൻ ബാബുവിന്റെ ഇതേമാതിരി തന്നെ വന്ന് അവിടെയാണ് വിഷയം, അല്ലാണ്ട് വേറെ വിഷയമൊന്നല്ല. ഇതിന്റെ 2നും ന്യായീകരിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്തത് സമ്മതിച്ചല്ലോ. അത് ചർച്ച ചെയ്തെന്ന് അല്ല, വാർത്തയൊന്നും അല്ല, അതും ചർച്ച ചെയ്യണം. അല്ല, അതും അതേ ശക്തിയിൽ തന്നെ ചർച്ച ചെയ്തെന്ന് ചെയ്യാതിരിക്കില്ല. കാരണം അല്ല, നിങ്ങളും അതിൽ ശക്തമായി ഒരു എന്താ പറയുക, ഞാനും പറയുന്നത് ആ പ്രക്ഷോഭ രംഗത്തേക്ക് ഇത് നിൽക്കുന്നിടത്തോളം കാലം മാധ്യമങ്ങളുടെ ഒരു പോരായ്മയുണ്ട്. കാരണം ഇത് പ്രക്ഷോഭങ്ങളിൽ നിൽക്കുന്നിടത്തോളം കാലം മാധ്യമവും അത് ശ്രദ്ധിക്കും, പിന്നെ പതുക്കെ അതങ്ങ് വിട്ടുപോകുന്നു. അപ്പോൾ പ്രക്ഷോഭങ്ങൾ നിരന്തരമായി ഉണ്ടാകുക എന്നുള്ളത് ഒരു ശരി. എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഏതായാലും ഞാൻ എല്ലാ കൊലപാതകങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. ഏതായാലും സുരേന്ദ്രനും എൻ്റെ അഭിപ്രായം എനിക്ക് മനസ്സിലായി, യെസ്, വ്യക്തമാണ്. പക്ഷേ ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഷോർട്ട് ബ്രേക്ക്. ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരും. അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ലെന്ന് ഡോക്ടർമാർ. തലയിലെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്ന് CT സ്കാൻ റിപ്പോർട്ട്. ശ്വാസകോശത്തിലെ ചതവിന്റെ അളവ് കൂടിയിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവം കൂടിയിട്ടില്ല. വയറിന്റെ സ്കാനിൽ പ്രശ്നങ്ങൾ ഇല്ലെന്നും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ. MLA അപകടത്തിൽപ്പെട്ടത് ഇന്നലെ കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണു. ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിൽ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ചയെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചില്ല. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഇക്കാര്യം ഉറപ്പാക്കിയില്ല. 1 വരി കസേര ഇടാനുള്ള സ്ഥലത്ത് 2 വരി കസേര ഇട്ടു. കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതിനാൽ സ്റ്റേജ് പൊളിച്ചു മാറ്റരുതെന്ന് സുരക്ഷാ അടുത്ത കോളർ നമ്മുടേത് ജയകുമാറാണ്. ശ്രീ ജയകുമാർ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. അല്ല, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ജയകുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. യെസ്, ശ്രീ ജയകുമാർ. ഹലോ, നമസ്കാരം. നമസ്കാരം സാറേ. എനിക്ക് ഒരു അപേക്ഷയുണ്ട് സാറേ. ഈ സാറ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് 4 കോൺഗ്രസ്സുകാരും 2 BJP ഒരു കമ്മ്യൂണിസ്റ്റിനെയും കൂടെ ചർച്ചയ്ക്ക് എടുത്താൽ നല്ലതായിരുന്നു. കാരണം നമുക്ക് ഒരു പരാതിയില്ല അതിനകത്ത്. എന്ത് നിങ്ങൾ ചർച്ച ചെയ്താലും അത് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു പരാതിയില്ല. നിങ്ങൾ ആർക്കോടോ സമയം കൊടുക്കണതിന് നമുക്കൊരു പരാതിയില്ല. പക്ഷെ ഇപ്പൊ ഈ കുറെ കാലങ്ങളായിട്ട് കുറെ ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ട് ഈ മാധ്യമത്തിനെ തന്നെ, ഞാൻ ഇന്നലെ എഴുതിയിരുന്ന മാധ്യമത്തിനെ തന്നെ പിടിച്ചു നിർത്തി അവരവരെ വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണോ എന്ന്, മാധ്യമത്തിനെ എന്ന് പറഞ്ഞാൽ ഈ പൊതുവേദിയെ തന്നെ പിടിച്ചു നിർത്തി അവരവരെ വഴിക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ദീപു, രാജൻ, ഇപ്പൊ വിളിച്ച സുരേന്ദ്രൻ, ഇവരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ബാക്കി നേരത്തെ സാറുമായിട്ട് ഉടക്കുണ്ടാക്കിയ ഒരാള് ഈ വേറെ ആരെങ്കിലും ഈ കോൺഗ്രസ്സുകാരനും പറഞ്ഞ് 5-6 പേര് വിളിക്കുന്നുണ്ട്, എന്തെങ്കിലും സാറുമായിട്ട് വേളം ഉണ്ടാക്കുന്ന സാധ്യതയുണ്ടോ? ഏതെങ്കിലും ഒരു കേസ് ഞങ്ങളെന്ന് എടുത്തിട്ടാലും വേണ്ടില്ല. എന്ത് കേസ് എടുത്താലും നമുക്ക് സന്തോഷം തന്നെ. ഇന്നത്തെ വയനാട് കേസാണെങ്കിലും സന്തോഷം തന്നെ. കാരണം നമുക്കതിനകത്ത് പറയാനുണ്ട്. പക്ഷെ ഇത് ചുമ്മാ ഇങ്ങനെ ഈ പറയുന്നത് എന്റെ പാർട്ടി അവർ 5 പേര് ചത്തു, ഞങ്ങൾ 45 പേര് ചത്തു. ഈ BJP-കാരന്റെ വീട്ടിൽ ബോംബ് എറിയാൻ വേണ്ടി ബോംബുണ്ടാക്കി 10 മരിക്കും, അത് 10 ലിസ്റ്റിലായി. ഈ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ ബോംബ് എറിയാൻ വേണ്ടി ബോംബുണ്ടാക്കിയ ഒരു 15 പേരാണ്, അത് ലിസ്റ്റിലായി. ആൺതുണയില്ലാത്ത പെണ്ണുങ്ങളെ വീട്ടിൽ ബോംബ് എറിയാൻ വേണ്ടി കുറെ ഉണ്ടായിക്കൊണ്ടു, അതും കുറെ എണ്ണം ചാവും. അത് ഇവരുടെ കയ്യിലാവും, ഈ ലിസ്റ്റിലാവും. ആരാണ് അവരെ വീട്ടിൽ കയറി ആക്രമിക്കാൻ പോണത്? ആരാണ് ഈ സഹാക്കന്മാരെ ആക്രമിക്കാൻ പോണത്? ഇവർ തന്നെയല്ലേ കയറി എല്ലായിടത്തും കയറി അക്രമം ഉണ്ടാക്കാൻ പോണെ. അതിനിടയ്ക്ക് ചിലപ്പോൾ 1-2 ചാവും. അത് പൊക്കി പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാല് ഒന്നും എന്ന് പറയരുത്. 1-2 കാരണം ആ ഒരാൾ പോലും അത്രയും അങ്ങനെയല്ലെന്ന്. ജയകുമാറും ആ വഴിക്ക് പോകരുത്. അവര് അല്ല, കോൺഗ്രസും ചെയ്താലും അത് ശരിയല്ല. അത് കോൺഗ്രസിനും ചെയ്യാനുള്ള ഒരു ഇതുമില്ല. ഞാൻ എല്ലാവിധ അക്രമങ്ങളെയും എതിർക്കേണ്ടതാണ് ശ്രീ ജയകുമാർ. വേണം. എനിക്ക് തെറ്റുപറ്റി പോയി സാറേ. പറഞ്ഞ ഇങ്ങനെയാണ്,
ആക്രമിക്കാൻ പോകുമ്പോ ഒന്നോ രണ്ടോ ഇതിനെ സംഭവിക്കുന്നുള്ളതാണ്. അത് പാടില്ല, ഒരിക്കലും പാടില്ല. നമ്മളത് അങ്ങനെ ഒരു ന്യായീകരണം ഒരിക്കലും നമ്മളെ തിരുത്തുക. കാരണം നമ്മുടെ പാർട്ടിയെ നമുക്ക് തിരുത്താൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് തിരുത്താൻ കഴിയും. നമ്മളത് പറയും, നമ്മൾ ഇതിന് ഇല്ല, നമ്മൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഇത് മറ്റേ ന്യായം മറ്റേത് വന്നാൽ വലിയ അപകടം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. സോറി, അത് ഇല്ല, ഞാനത് ന്യായീകരിക്കുന്നില്ല. എനിക്കത് വളരെ താല്പര്യമില്ല സാർ. അബദ്ധത്തിൽ വന്നു, ഇതാണ്. സോറി സാർ, ഇതാണ് എന്റെ ഭംഗി. ഓക്കെ, സാർ പറഞ്ഞാണ് സത്യം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റോയ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റോയ് എവിടെ നിന്ന് വിളിക്കുന്നു? ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. വക്കത്തുനിന്നാണ് വിളിക്കുന്നത്. വക്കം. നമുക്ക് ഈ രാഷ്ട്രീയത്തിന്റെ അല്ലേ പറയാനുള്ളത്. ഈ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ ഇത് കണക്കൊരു സംഭവം ഉണ്ടായി. അപ്പൊ നമ്മളെ ഭരണാധികാരികൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജോലിക്കാരെ ജോലി എടുപ്പിക്കാൻ നോക്കണം. ഇത് അതുണ്ടായപ്പോഴത്തേക്ക് ഇവിടെ ഇതിപ്പം ജോലിക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കാത്തതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ജോലി എടുപ്പിക്കാൻ നട്ടലുള്ള മിനിസ്റ്റർമാരായിരിക്കണം കയറി ഇരിക്കേണ്ട. അതിപ്പോ ഏത് പാർട്ടിയിലുള്ള, ഞാൻ ഒരു പാർട്ടിക്കാരനൊന്നുമല്ല, ഏത് പാർട്ടിയിലുള്ളതായാലും ഈ കൊലപാതകം നടക്കുന്നതും ഈ കഞ്ചാവും അത് ഇതുമൊക്കെ നടക്കുന്നതും നട്ടലില്ലാത്തതുകൊണ്ടാണ്. നട്ടലുള്ള ഭരണാധികാരികൾ ഇരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ നാട്ടില് അടിയന്തരാവസ്ഥ എല്ലാരും കുറ്റം പറയും. സാധാരണക്കാരന് അത് നല്ലതല്ലായിരുന്നു. അടിയന്തരാവസ്ഥ നല്ലതായിരുന്നു. സാധാരണ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന അതെന്താണ് നല്ല, അത് ഒരു അത് വളരെ തെറ്റായൊരു സന്ദേശമാണ്. മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അവന് സ്വതന്ത്രമായി ചിന്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നല്ല രീതിയിൽ ജീവിക്കൽ. സാറേ, അത് പറയണതിന്റെ കാര്യം എന്താണെന്നോ, ഏത് ഒരു ഇതുണ്ടായാലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അടിയന്തരാവസ്ഥയ്ക്ക് എന്ത് നെഗറ്റീവ്? കോൺഗ്രസ്സുകാർ പോലും അതിനൊരു പോസിറ്റീവ് സൈൻ ഇല്ല. എന്തോ തീവണ്ടിയൊക്കെ കൃത്യസമയത്ത് ഓടി എന്നൊക്കെ പറയുന്നത്. മനുഷ്യരെ എത്രയോ പിടിച്ചുകൊണ്ട് പോയി അടിച്ചത്, കൊന്നത്. ഇപ്പൊ ഞാന് ആ കാലഘട്ടത്തിൽ ഓർക്കാണ്, അന്ന് പിണറായി വിജയനെ അടക്കം, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം പിടിച്ചുകൊണ്ടുപോയി കാലിന്റെ ഇത് അടിച്ചോടിക്കുക എന്ന് വെച്ചാൽ സാറേ, ഞാൻ പറഞ്ഞേ അതിന് നെഗറ്റീവ് വശം ഉണ്ട്, ഇല്ല അതിന് നെഗറ്റീവ് വശമേ ഉള്ളെന്ന്. അടിയന്തരാവസ്ഥ ഞാൻ ഇന്ന് ഒരുപാട് ശബ്ദിച്ചത് കൊണ്ട് എനിക്ക് പറയാൻ വയ്യാത്തതുകൊണ്ട് അടിയന്തരാവസ്ഥ ഒന്നും ന്യായീകരിക്കാൻ നമ്മുടെ നാടിന് കോൺഗ്രസ് പോലും അത് ചെയ്യുന്നില്ല. നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ജീവനക്കാർ കൃത്യമായിട്ട് പണിയെടുക്കുമായിരുന്നു. അതിനകത്ത് കുറച്ച് പാകപ്പിഴകൾ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയണില്ല. പാകപ്പിഴകളിൽ കോൺഗ്രസ് അടിയന്തരാവസ്ഥ നമുക്ക് ഒരു കാലത്തും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിന് ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. യൂണിവേഴ്സിറ്റിയിൽ ഇത് നടന്നു. അതിന് ബദൽ അടിയന്തരാവസ്ഥയല്ല, അതിന് ബദൽ അത് കൃത്യമായി പരിശോധിക്കുന്ന നല്ലൊരു സംവിധാനമാണ്. ഏതായാലും എനിക്ക് സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് പൊതുവേദി ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ കൊച്ചിയിൽ നടന്നത് ഗിന്നസ് എന്ന പേരിൽ ഒരു തട്ടിപ്പാണോ എന്ന ചോദ്യത്തിന് 86% ആളുകളും അതിൻ്റെ പിന്നിൽ സംശയാസ്പദമായ ദുരൂഹമായ കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. 17% ആളുകൾ പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയുന്നു. ഏതായാലും ചില ഇത് സംബന്ധിച്ച് ചില ഭാരവാഹികൾ ഇങ്ങനെ പണപ്പിരിവ് നടന്നതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. നമുക്ക് അതും അടുത്ത മണിക്കൂറുകളിൽ പരിശോധിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.